നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നാം ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ജീവന്റെ വചനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. നിങ്ങൾക്ക് ജീവനില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതെന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാത്തത് കൊണ്ടാണെന്നുള്ള കർത്താവിന്റെ മറുപടി. ആ ശരീരവും രക്തവും എന്താണ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് നമ്മുടെ ജഡം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വൈ ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുപോലെ തന്നെ നമ്മെ എങ്ങനെയാണ് കർത്താവ് രക്ഷിക്കുന്നുള്ള ചില സൂചനകൾ നമ്മൾ ഇന്നലെ എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. സകല ആത്മീക അനുഗ്രഹങ്ങളും ഇൻ ആഡം എന്നുള്ള ഒരു പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ ആദമിന്റെ അവകാശമാണ് നമ്മെ ബലഹീനരാക്കുന്നത്. ആദമിന്റെ അവകാശം സോളിഷ് ലിവിങ് ആണ്. സോളിഷ് ലിവിങ്, അതായത് നമുക്ക് നമ്മുടെ പ്രാണനിലാണ് നമ്മുടെ ഒബ്സർവേഷൻസ്, നമ്മുടെ തീരുമാനങ്ങൾ, ആത്മാവിലല്ല. അതൊരു ആദമിക സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് സോളിഷ്നെസ് ആണ്. സോളിഷ്നെസ്, നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം ആത്മാവിൽ നിന്നല്ല, നമ്മുടെ ബുദ്ധിയിൽ നിന്നും വികാരങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ്. സോ വി ആർ ലേണിംഗ് ഫ്രം ഹിയർ, നോട്ട് ലേണിംഗ് ഫ്രം എബവ്. അപ്പൊ ഇവിടെ നിന്നുള്ള ലേണിങ്സ് കൊണ്ടാണ് നമ്മളൊരു ജീവിതം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫ്ലഷ് ആണ്. ആ ഒരു ഫ്ലഷ് കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ദൈവം അധികാരിയായി രാജാവായിരിക്കുന്നിടത്ത് എന്റെ രാജ്യത്വവും ദൈവത്തിന്റെ രാജ്യത്വവും ഒരുപോലെ നടക്കില്ല. ഐ നീഡ് ടു അബ്ഡിക്കേറ്റ്. അബ്ഡിക്കേറ്റ് സ്ഥാനത്യാഗം ചെയ്യാന്ന് പറയും. സ്ഥാനത്യാഗം, അബ്ഡിക്കേഷൻ. ഞാൻ രാജസ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയും എൻ്റെ ചെയറിൽ നിന്ന് ഇറങ്ങുകയും ഞാൻ ഇത്രയും നാളും ഉണ്ടാക്കിയ രാജ്യത്തെ വേണ്ടെന്ന് വെക്കുകയും അതിന്റെ മഹത്വത്തെ വേണ്ടെന്ന് വെക്കുകയും അത് നിഷ്പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് ഈ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 25 മുതൽ വായിക്കാം. 28-ലാണ് അതിന്റെ മെയിൻ ഭാഗമുള്ളതെങ്കിലും ഓക്കെ, 25 മുതൽ നമുക്ക് ഞാൻ വായിക്കാം. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇനി ഇത്ര അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ ശിഷ്യത്വത്തിന് വേണ്ടി കൊടുക്കേണ്ട ഒരു വിലയാണ് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നത്. അത് അങ്ങനെ തന്നെയാണ് തന്നെ. ഇനി അടുത്ത വാക്യം നോക്കിയേ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ the first thing we need to do is to take an account whether we can finish that work or not. അപ്പൊ അതിനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടോ എന്ന് നോക്കാനാണ് ആദ്യം ഞാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാതെ നമ്മുടെ അസറ്റ് നോക്കാതെ, നമ്മുടെ വരുമാനം നോക്കാതെ നമ്മൾ ഒരിക്കലും ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഇറങ്ങിപ്പോകരുത്. ഓക്കെ, ഇറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? വി മേ ഫിനിഷ് ദ ഫൗണ്ടേഷൻ, അതിനുശേഷം ഒന്നും പണിയാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, എന്നാൽ തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അപ്പോ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പണി തുടങ്ങി. നമ്മൾ ഒത്തിരി പേര് ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഓട്ടം തുടങ്ങി, പക്ഷെ എങ്ങും എത്തുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കർത്താവ് പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ളത് നമ്മുടെ കയ്യിലില്ല. ശരിക്കും ഒരു ഗോപുരം പണിയാനുള്ളത് നമ്മുടെ കയ്യിലില്ല. അതാണ് സത്യം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു വീട് പണിയാനുള്ള ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷെ ഇവിടുത്തെ യേശുക്രിസ്തുവിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വീട് പണി പോലെയല്ല, ഗോപുരം പണി പോലെയാണ്. അപ്പൊ ഗോപുരം പണിയണമെങ്കിൽ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ തന്നെ ഒരു വീട് പണിയാനുള്ള പണം തീരും. അതിൽ കൂടുതൽ തീരും. ആ ഗോപുരത്തിന്റെ നീളം അനുസരിച്ച് അത്രയും സപ്പോർട്ട് നമുക്ക് ഭൂമിയിലേക്ക് വേണം, എങ്കിൽ മാത്രമേ ഗോപുരം നിലനിൽക്കുള്ളൂ. അപ്പൊ ശരിക്കും വീട് പണിയാൻ പണമുള്ള ഒരുത്തൻ, അതായത് ഒരു നോർമൽ ഓർഡിനറി ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാൻ മാത്രം പറ്റുന്ന ഒരുത്തൻ ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ, യേശുവിന്റെ ശിഷ്യനെ പോലെ ആകാൻ വേണ്ടി കണക്ക് നോക്കാതെ ഇറങ്ങി തിരിച്ചാൽ എന്തു സംഭവിക്കും? പണി തുടങ്ങും, അടിസ്ഥാനങ്ങൾ വീഴും. ഈ അടിസ്ഥാനങ്ങൾ വീഴാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ.
അടിസ്ഥാനങ്ങൾ വീഴും, പക്ഷെ പരിജ്ഞാനത്തിലേക്ക് പോകില്ല. ഈ അടിസ്ഥാനം വീണിട്ട് പരിജ്ഞാനത്തിലോട്ട് പോകാൻ പറ്റാത്ത അനേകം എക്സാമ്പിൾസ് ബൈബിളിലുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു തിയോളജി തന്നെയുണ്ട്. പുതിയ നിയമത്തിലെ 2 വാക്യങ്ങൾ പൗലോസ് എഴുതിയ കൊരിന്തി ലേഖനം 1 കൊരിന്തി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ ഇടുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയുന്നത് അതിന്മേൽ എങ്ങനെ പണിയുന്നു. അവിടെ ഒരു പണി നടക്കുകയില്ല, അവിടെ മുഴുവൻ പുല്ലും വൈക്കോലുമായി പോകും. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ അടിസ്ഥാനങ്ങളെ വിട്ടിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അത് അടിസ്ഥാന ഉപദേശങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാതെ, വീണ്ടും വീണ്ടും അതിനെ മനനം ചെയ്യാതെ നിങ്ങൾ അത് അടിസ്ഥാനം കിടക്കട്ടെ, അതിന് മുകളിലേക്ക് നിങ്ങൾ പരിജ്ഞാനത്തിൽ പണിയ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു ശിഷ്യൻ എന്ന് പറയുന്ന ആള് ചർച്ചിലെ ഒരു ഫൗണ്ടേഷൻസിൽ ഇരിക്കുന്ന ഒരാളല്ല, ആ ഫൗണ്ടേഷനിൽ നിന്നൊരു കൺസ്ട്രക്ഷനിലേക്ക് വളരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വളരണമെങ്കിൽ ഒരു ഗോപുരം പണിയുവാനുള്ള അസറ്റ് നമുക്ക് ആവശ്യമാണ്. അവിടെ ഈ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണെന്നറിയാം? അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ അപ്പനും അമ്മയും ഭാര്യയും മക്കളും, ഇത് നമ്മുടെ അസറ്റ്സ് ആണ്, അല്ലെ? കുടുംബം, പണം, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കപ്പാസിറ്റി. നമുക്ക് ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഈ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും ബ്രദറെ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവരാരെ വർഷിപ്പ് ചെയ്യുന്നറിയോ? അവരെ വിളിക്കുന്നത് സ്വേച്ഛാരാധകരെന്ന. സ്വേച്ഛാരാധന കൊളോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലുണ്ട്. സ്വേച്ഛാരാധന, സ്വ ഇച്ഛയെ ആരാധിക്കുക. സ്വ ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ ആരാധിക്കുക. എങ്ങനെ സ്വന്തം ഇഷ്ടത്തെ ആരാധിക്കുന്നത്? ഇപ്പം ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ആ തീരുമാനം നടപ്പാക്കാൻ എനിക്ക് കഴിയും, ഞാൻ വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ ബ്രദറെ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കുന്നത്? നമ്മൾ നമ്മുടെ വിൽ പവറിനെയാണ് ആശ്രയിക്കുന്നത്. നമ്മൾ ആരെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്? ആരെയാ മഹത്വപ്പെടുത്തുന്നത്? എൻ്റെ വില്ലിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. അപ്പൊ ശരീരത്തിന്റെ ഉപേക്ഷണത്തിലും താഴ്മയിലും രസിക്കുന്നവർക്ക് ആ ഒരു ഭാഗത്താണ് കൊളോസി ലേഖനത്തിൽ ഇത് നമ്മൾ കാണുന്നത്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ചു, ഞാൻ ഉപേക്ഷിച്ചു എന്ന് വീരോധം പറയുമ്പോൾ, ഞാനത് ചെയ്തു എന്നൊക്കെ വീരോധം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വി ആർ വർഷിപ്പിംഗ് അവർ വിൽ. സ്വ ഇച്ഛയെ, സ്വന്തം ഇച്ഛയെ ആരാധിക്കുക. വിൽ വർഷിപ്പേഴ്സ് എന്നാണ് എൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. ഹൗ ഡു വി വർഷിപ്പ് അവർ ഓൺ വിൽ? നമ്മുടെ തീരുമാനത്തെ, അല്ലെ? അങ്ങനെയാണ് ഈ തീരുമാനിച്ച് രക്ഷിക്കപ്പെടുന്നവരൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്ത് പറയാം? എന്റെ തീരുമാനമാണ് എന്നെ രക്ഷിച്ചത്. അപ്പൊ ആരെ വർഷിപ്പ് ചെയ്യുന്നത്? അവന്റെ തീരുമാനത്തെ. ദാറ്റ് മീൻസ് ഹീസ് എ വിൽ വർഷിപ്പർ. ഹിസ് വിൽ ഈസ് വർഷിപ്പ്, നോട്ട് ദ ലോർഡ് ഹു സേവ്സ് ഹിം. മനസ്സിലാവുന്നുണ്ടോ? ഇത്തിരി കട്ടിയാണത്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിലാക്കാനുള്ള കട്ടിയല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വില്ല് ഭയങ്കര കളിയാണ് കളിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന വില്ല് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. നോ, വിൽ നോട്ട്. നമ്മൾ കർത്താവ് മാത്രമേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നവനായിട്ടുള്ളൂ. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, നോട്ട് അവർ വിൽ പവർ. Okay, we cannot trust in our willpower, we can trust only in the Lord. Our willpower profits us nothing. Whatever comes of the flesh profits nothing and cannot give you life. It cannot give you life. അവിടെയാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. കർത്താവ് പറയാണ്, നിങ്ങൾ വീട് പണിയാൻ പോകുന്ന പോലെയോ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ പോകുന്ന പോലെ അല്ല ദൈവത്തിന്റെ നീതിമാന്മാരാകുന്നത്, എന്റെ ശിഷ്യനാകുന്നത്. മോശയുടെ പ്രമാണം അനുസരിക്കുന്നത് ഒരു മാങ്ങ പഴം പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ശിഷ്യനാകുന്നത് അതിന്റെ മാങ്ങ അണ്ടിയും കൂടെ ചേർത്ത് ഫുൾ ഫിനിഷ് ചെയ്യുന്ന പോലെയാണ്. മോശയുടെ ശിഷ്യനാകുന്നത് ഒരു വീട് പണിയുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്റെ ശിഷ്യനാകുന്നത് വീട് പണിയുന്നവരല്ല, ഗോപുരം പണിയുന്നവരാണ്. നീ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചോണം. ഡു യു ഹാവ് ദ റിസോഴ്സ്? നിങ്ങൾക്ക് ഇത് പണിയാനുള്ള റിസോഴ്സ് ഉണ്ടോ? നമുക്കൊരു കാര്യം പറയാം, ജഡത്തിൽ നിന്ന് വരികയല്ല, നമ്മുടെ അസറ്റുകളിൽ നിന്ന് അത് വരത്തില്ല. ഓക്കെ, ദൈവരാജ്യത്തിൽ ഒരു ഗോപുരം, നീതിയുടെ ഗോപുരം പണിയുവാൻ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ അസറ്റ്സ് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും, ഞാൻ ഏറ്റവും വലിയ ഡോക്ടറേറ്റ് എടുത്ത് ബൈബിൾ പഠിച്ച ആളാണെങ്കിലും, ഇറ്റ് വിൽ ഓൺലി ഡിസ്റ്റൻസ് മീ ഫ്രം ദ ബൈബിൾ ആൻഡ് ഫ്രം ദ ലോർഡ്. ദാറ്റ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു ലൈഫ്. നമ്മളെ അകറ്റിക്കളയുള്ളൂ. ഓക്കെ, പൗലോസ് ഇതേ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് കുറച്ച് അസറ്റ്സ് ഉണ്ട്. ഈ അസറ്റ്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത് 31-ാം വാക്യം, അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുൻപേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? അപ്പൊ 20,000 എതിരെ വരികയാണ്. അതാണ് നമ്മൾ നേരിടേണ്ടത്. നമ്മുടെ ജഡം അല്ലെങ്കിൽ നമ്മുടെ ശത്രു വളരെ പ്രബലനാണ്. അപ്പൊ നമ്മളെ ഒരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ, അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യാൻ പോയാൽ, നമുക്ക് എതിരെ വരുന്ന എതിരാളി, we need to defeat an enemy who is much bigger than us. He has a larger army. 20,000 അവന്റെ കയ്യിലുണ്ട്, എന്റെ 10,000 ഉള്ളൂ.
അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിക്കണം, ഈ 10,000 കൊണ്ട് 20,000 വീഴ്ത്താൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ ദുരന്തമാണ്, ഭയങ്കര ദുരന്തം വരാൻ പോകുന്നത്. അന്നത്തെ കാലത്ത് മനുഷ്യന് കരുണയില്ല, വെട്ടിപ്പറിച്ച് ദൂരെ കളയും. സോ വി നീഡ് ടു മേക്ക് എ കെയർഫുൾ കാൽക്കുലേഷൻ. ആദ്യത്തേതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഗോപുരം പണിയാതിരുന്ന് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിപ്പിച്ച് നമ്മളൊരു സാധാരണ നീതിയിലേക്ക് എത്തിയാൽ മതി. ഈ സാധാരണ നീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, നമ്മള് സെൻട്രൽ ട്രാവൻകൂർ നീതി എന്ന് പറഞ്ഞൊരു നീതിയുണ്ട്, അത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സെൻട്രൽ ട്രാവൻകൂർ നീതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഞങ്ങൾ ആരുടെയും പൈസ മേടിച്ച് തട്ടിക്കുന്നില്ല, ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നു, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ എന്താ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുന്നു, മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ. നിങ്ങൾ സിറ്റുവേഷൻ പറയണമെങ്കിൽ അപ്പുറത്ത് പാപികൾ കുറെ പേര് അങ്ങോട്ട് പോകും. ഈ റൈച്ചസ്നെസ് ആണ് നമ്മുടെ ഒരുമാതിരി ആൾക്കാരെല്ലാം കൊണ്ടു നടക്കുന്നത്. അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീതിയുടെ കാര്യം പറയുന്നത്, ഞങ്ങൾ ആരുടെയും തട്ടിച്ചും വെട്ടിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ നീതി. എന്റെ പ്രിയ സഹോദരൻ, ലോകത്തുള്ള ബാക്കി എല്ലാവരും തട്ടിപ്പേരും വെട്ടിപ്പേരാണോ? അതൊന്നുമല്ല പാപം. ബട്ട് പീപ്പിൾ തിങ്ക് ദാറ്റ്സ് ദ റൈച്ചസ്നെസ് ദാറ്റ് ദേ ഹാവ്. ദേ ഹാവ് നോട്ട് ടേക്കൻ മണി ഫ്രം എനിവൺ. ഇങ്ങനെ പലതരത്തിലുള്ള വീടുകളൊക്കെ വെച്ച് ഓരോരുത്തർ താമസിക്കുന്നത്. അവരാരും ഗോപുരം പണിയാൻ ശ്രമിക്കുന്നില്ല, ക്രിസ്തുവിന്റെ നീതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നില്ല. അത് ഇത്തിരി അഭ്യാസമാണ്, നല്ല ചെലവുണ്ട്, ഭയങ്കര ചെലവുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ദറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി. അത് വെരി കോസ്റ്റ്ലി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പാസ്റ്റല്ലേ പറഞ്ഞ് രക്ഷ സൗജന്യമാണ്. അതെ അതെ, രക്ഷ സൗജന്യമാണ്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ സൗജന്യമായത് എങ്ങനെയാ കോസ്റ്റ്ലി ആവുന്നത്? അതൊന്ന് നമുക്കൊന്ന് നോക്കാം. സൗജന്യമായത് എങ്ങനെയാ കോസ്റ്റ്ലി ആണ്, വില കൂടിയതാണ്. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിക്കേ, വായുവിനാണോ വില, വെള്ളത്തിനാണോ വില? ഏത് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കുന്നത്? വെള്ളത്തിനല്ലേ പൈസ കൂടുതൽ കൊടുക്കുന്നത്. വാട്ടർ ബില്ല് എയർ ബില്ല് വന്ന് തുടങ്ങിയിട്ടില്ല ഇതുവരെ. വാട്ടർ ബില്ല് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഏതിനാ പൈസ കൂടുതൽ കൊടുക്കുന്നത്? വാട്ടർ. ഇനി കുറച്ച് കഴിയുമ്പോൾ എയർ ബില്ലൂടെ വരും. നിങ്ങൾക്ക് ഇത്രയും നാളും കൊറോണ ഇല്ലാത്ത നല്ല ശ്വാസം തന്നതിന്, വീട്ടിലേക്ക് പമ്പ് ചെയ്ത് തന്നതിന് ഇത്ര, അത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പണ്ട് ചാൾസ് ഡാർവിൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും. അതായത് നല്ല പൈസ ഉള്ളവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കൊറോണ പിടിച്ച് ചത്താലും അങ്ങനത്തെ ഒരു സ്ഥിതി വരും. അപ്പൊ ഇത്രയും രോഗാണുക്കള് ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ആകുമ്പോൾ ഇനി വേറൊന്ന് വന്നാലോ, ഇതിലും അപകടമാകല്ലേ. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? എയർ പ്യൂരിഫയർ വെച്ച് എപ്പോഴും എയർ സക്ക് ചെയ്തായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ ധരിച്ചുകൊണ്ട് പോവുക, പുതിയ ശ്വാസം വില കൊടുത്ത് മേടിക്കുക. നമ്മൾ അത്രയും അങ്ങോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമുക്ക് സൗജന്യമായി തന്നതെല്ലാം ഭയങ്കര വില പിടിച്ച സാധനങ്ങളാണ്. പൈസ കൊടുത്ത് മേടിക്കുന്നതെല്ലാം ചീപ്പ് സാധനങ്ങൾ. ഓ, നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ കിട്ടിയല്ലേ? ഒരു നയ പൈസ മുടക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ പിള്ളേര് ഫ്രീ അല്ലായിരുന്നോ? ഇല്ല പാസ്റ്ററെ, ഭയങ്കര ചെലവായിരുന്നു ഹോസ്പിറ്റലിൽ. അത് വേറെ, അതല്ല, ഈ കൊച്ചിനെ കിട്ടാൻ ചെലവൊന്നും ഇല്ലായിരുന്നല്ലോ. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് സൗജന്യമായി കിട്ടുന്ന സാധനങ്ങൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ കർത്താവ് നമുക്ക് തന്ന രക്ഷ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ കോസ്റ്റ് വഹിച്ചത് പിതാവാ, അവന്റെ പുത്രനെ അങ്ങ് നൽകുമായിരുന്നു. അതായിരുന്നു എന്റെ കോസ്റ്റ്, ഭയങ്കര കോസ്റ്റ്, വെരി കോസ്റ്റ്ലി. വി ഹാവ് എ വെരി കോസ്റ്റ്ലി സാൽവേഷൻ ഗിവൻ ടു അസ് ഫ്രീ. അപ്പോൾ എനിക്ക് ഈ രക്ഷയുടെ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വരുമ്പോൾ, ശിഷ്യത്വത്തിന്റെ പോയിന്റിലേക്ക് വരുമ്പോൾ, എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് 10 എതിരെ വരുന്ന 20,000 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? There's only one option: go and compromise. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ കയറി വരും, അടിച്ചു പറിച്ച് ദൂരക്കളയും. സോ വി നീഡ് ടു അസസ് അവർ സ്ട്രെങ്ത് ആൻഡ് ദെൻ ഗോ ഫോർ എ കോംപ്രമൈസ്. ഓക്കെ, അപ്പൊ കർത്താവ് പറയാണ്, ഇതൊക്കെയാണ് സ്ഥിതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ശരിക്കും എണ്ണീട്ടാണോ ഇറങ്ങിയത്? ഉത്തരം പറയണ്ട. ശരിക്കും എണ്ണി നോക്കിയായിരുന്നോ വില? എന്തുമാത്രം കൊടുക്കേണ്ടി വരും? എണ്ണിയായിരുന്നു. എണ്ണിയിട്ട് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയവരുണ്ടോ? ഇല്ല. പറ്റില്ല എന്നാണ് തോന്നിയെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വന്നേ? എന്നെ കൊണ്ട് പറ്റുമോ? പറ്റൂല. പക്ഷെ എന്തിനാ നമ്മൾ വന്നത്? അത് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഉണ്ട്, അതുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മൾ വന്നു. ഒരു വാഗ്ദത്തം തന്നു, ഇത് ചെയ്തേക്കാം. ആ ശരി, ഓക്കെ കർത്താവ്. അങ്ങനെ നമ്മൾ വന്നു. ഈ ഗോപുരം പണിയാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു.
അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് പണിയാൻ പറ്റില്ല. ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കർത്താവെ, എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്, ഒരു 500 രൂപയും കൂടെ ഇട്ട് ഈ പ്രോഗ്രാം ഭംഗിയാക്കി തരണേ. അങ്ങനെയല്ല. കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ റിസോഴ്സ് കൊണ്ട് ഇതിനെ പണിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പണിയണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ റിസോഴ്സസ് ഉപേക്ഷിക്കണം. അങ്ങനെയാണോ ബൈബിളിൽ എഴുതിയേക്കുന്നത് ഈ വാക്യം? നമുക്ക് ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഈ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് പല ഡയമെൻഷൻസ് ഓഫ് മീനിങ്സ്. ഒരു പോരാ എന്ന് വരികിൽ, നമ്മളതാ വായിച്ചില്ല, പോരാ എന്ന് വരികിൽ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ, കണ്ടോ? എങ്ങനെ തന്നെ? നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ള ഒക്കെയും വിട്ട് പിരിയുന്നില്ലെങ്കിൽ, ഗ്രൗണ്ട് പണിയാനുള്ളതും 10,000 സൈന്യവും കയ്യിൽ എന്തെല്ലാം കരുതി വെച്ചിട്ടുണ്ടോ ഈ ജീവിതം ജീവിക്കാൻ, വിൽ പവറും, ഇതുവരെ പഠിച്ചിട്ടുള്ള സൺഡേ സ്കൂൾ പാഠങ്ങളും അഭ്യാസങ്ങളും, ഇങ്ങനെ പല 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 പാഠങ്ങൾ, സൺഡേ സ്കൂൾ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടും വലിയ കാര്യം ഇല്ല. ആത്മാവുള്ളിലില്ലെങ്കിൽ, ആത്മാവുണ്ടെങ്കിലേ എന്ത് പഠിച്ചിട്ടും അത് ജീവനായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ റിസോഴ്സസിനോട്, ഫ്ലഷിനോട് കർത്താവ് പറയാണ് പ്രോഫിറ്റ്സ് നത്തിങ്. അപ്പൊ ദാറ്റ് ബിക്കംസ് എ വെരി ഹാർഷ് ടീച്ചിങ്. എന്നിട്ട് പറയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പ്രോഫിറ്റ്സ് നത്തിങ് എന്ന് മാത്രമല്ല, അത് വളരെ അപകടകരവുമാണ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, എങ്ങനെയാണ് റിസോഴ്സസ് അപകടകരമാകുന്നത്? ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റ ഒരാള് സുശേഷയിലേക്ക് ഇറങ്ങുന്നതാണോ എളുപ്പം? അതോ IAS 1ാം റാങ്കിൽ പാസ്സായ ഒരാൾ ഇറങ്ങുന്നതാണോ എളുപ്പം? സുശേഷയിലേക്ക് ഇറങ്ങുന്ന ഏതാ എളുപ്പം? 10ാം ക്ലാസ്സിൽ 4 വർഷം ഫെയിലായ ഒരാളുടെ കാര്യം പറയാനേ ഇല്ല. അയാൾ എപ്പോ വേണേലും ഇറങ്ങാൻ തയ്യാറായിരിക്കും. കാരണം ഇറ്റ്സ് ഈസി ഫോർ ഹിം, അല്ലേ? പക്ഷെ അതേ സമയത്ത് ഒരു IAS കാരൻ്റെ സബ് കളക്ടർ, ഒരു കളക്ടറായി ജോയിൻ ചെയ്ത് അയാൾ അതെല്ലാം വിട്ടിട്ട് സുശേഷയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത എന്തോ വളരെ കുറവല്ലേ? അപ്പൊ ശരിക്കും നമുക്ക് അസറ്റാന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളൊക്കെ ദൈവരാജ്യത്തിന്റെ കണക്ക് വരുമ്പോൾ നഷ്ടമല്ലേ? നമ്മൾ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ഇന്ന് വീടും സൗകര്യവും സമ്പത്തും ഒക്കെ ഉള്ള ഒരു സുവിശേഷയിലേക്ക് ഇറങ്ങുന്ന വളരെ കുറവ്. അപ്പൊ അതെല്ലാം ഇന്ന് ഈ പണം ഉണ്ടാകുന്നതിനകത്ത് ഈ പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്. അസറ്റ് കൂടുന്തോറും, വിദ്യാഭ്യാസം കൂടുന്തോറും വി ഡോണ്ട് സീ ദം ഇൻ മിഷൻ ഫീൽഡ്സ്. ഇപ്പൊ നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ചാ, അവനെ ബൈബിൾ കോളേജ് വിടണ്ട പാസ്റ്റർ. നല്ലപോലെ പഠിക്കുന്ന കൊച്ചല്ലേ, അപ്പൊ അവനെ എവിടെ വിടണം? ഞാൻ രസകരമായൊരു സംഭവം പറയാം. സം ഇയേഴ്സ് ബാക്ക്, മെനി ഇയേഴ്സ് ബാക്ക്, ഞാൻ അടിമാലി ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ. അപ്പൊ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിരിക്കുകയാണ്, ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പം ഈ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ കാലം ഈ പാസ്റ്റർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ അതൊക്കെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും. അടുത്ത വാക്യം, അവൻ തോറ്റാൽ അവനെ ബൈബിൾ കോളേജ് വിടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ബൈബിൾ കോളേജിൽ വിടണമെങ്കിൽ നിങ്ങളുടെ മകൻ തോക്കണമെങ്കിൽ നിങ്ങളുടെ മകൻ തോക്കുന്നതിനാണ് നല്ലത്. അയാൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നോട് വളരെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ടൊന്ന് പോയി. ഞാൻ നോക്കിയിട്ട് മറ്റെല്ലാ കോഴ്സിനും ഇരിക്കാൻ ആൾക്കാരുണ്ട്, ഈ സുശേഷയിലേക്ക് ഇറങ്ങാൻ അങ്ങനെ ആളുകളില്ല. ഇയാൾ തോറ്റാലെങ്കിലും വിടുമെങ്കിൽ ഒരാളുടെ വരുമല്ലോ. ഞാൻ പറഞ്ഞ തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 1 വർഷം കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ തോറ്റുമല്ലേ? ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, മോൻ തോറ്റുമല്ലേ? ധൈര്യമായിട്ട് അങ്ങ് ചോദിച്ചു. പുള്ളി തോറ്റു.
ബൈബിൾ കോളേജിൽ വിട്ടോ ചോദിച്ചു. പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഈ വർഷം വിടുന്നില്ല, ഒരു ചാൻസ് കൂടെ കൊടുക്കാം, ഈ പ്രാവശ്യം കൂടെ തോറ്റ ഞാൻ ഉറപ്പായിട്ടും ബൈബിൾ കോളേജ്. അപ്പോൾ ഒരു പ്രാവശ്യം തോറ്റാലും പോരാ, 2 പ്രാവശ്യം തോറ്റ് ഇവൻ ജയിക്കൂല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം, വേറെ ഒരു പ്രയോജനം ഇവനെ കൊണ്ട് അക്കാഡമിക്സിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവനെ എവിടെ വിടാൻ, ബൈബിൾ കോളേജ്. അപ്പോൾ ജയിക്കുന്നവന് ലാഭമാണോ നഷ്ടമാണോ അന്ത്യകാലത്തെ കണക്കെടുത്ത് നോക്കുന്നു. തോക്കുന്നവന് ലാഭം. അവൻ അറിയത്തില്ല ഈ പണി എന്താന്ന്. തോക്കുന്നത് അവന് ലാഭം. നമ്മൾ ഈ അസറ്റ് എന്നും പറഞ്ഞിരിക്കുന്ന ഒക്കെ ദൈവരാജ്യത്തിന് ഭയങ്കര തടസ്സങ്ങളാണ്. കാരണം നമ്മൾ ഈ ലോകത്തിന്റെ ഒരു ഗ്ലോറി നമ്മുടെ ജീവിതത്തോട് ആഡ് ചെയ്യുമ്പം സഹോദരങ്ങളെ അത്രയും നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ നിന്ന് ചാടാനാണ് സാധ്യത. ഈ അസറ്റും റിസോഴ്സസും ഉള്ളവർ ഇതിനകത്ത് കയറണമെങ്കിൽ ഒട്ടകം കയറുന്നവരെ കർത്താവ് കയറ്റിവിടണം. അങ്ങനെ ആരും കയറില്ലെന്നും പറയാൻ പറ്റില്ല. പാവങ്ങളെല്ലാവരും നല്ലവരാണെന്നും പാവങ്ങൾക്കെല്ലാം ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണെന്നും വിചാരിക്കരുത് കേട്ടോ. അത് അതിനേക്കാൾ വലിയ അപകടമാണ്. അവരിത് ഗതിയില്ലാത്തതുകൊണ്ട് ഒരു ജീവിത വഴിക്ക് ഇറങ്ങുന്നതാണ്, അല്ലാതെ കർത്താവിന്റെ ആത്മാവ് നിർബന്ധിച്ച് ഇറങ്ങുന്നൊന്നുമല്ല പലരും. ഇതിനെല്ലാം ഒരു ബാലൻസ് ഉണ്ട്. ബാലൻസ് ഇത്രേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു ഞാൻ പോവുക, അതാണ് അതിന്റെ ബാലൻസ്. അപ്പൊ അവിടെ നമുക്ക് എന്തെല്ലാം അസറ്റ് ഉണ്ടോ, എന്തെല്ലാം റിസോഴ്സസ് ഉണ്ടോ, അതിനെല്ലാം വിട്ട് കളയാതെ. അതാണ് നമ്മുടെ റിസോഴ്സസ് കൊണ്ട് പ്രയോജനമില്ല. 10,000 കൊണ്ട് 20,000 നേരിടാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കൊണ്ട് ഇത്രേ പണിയാൻ പറ്റൂ. ഇപ്പൊ കർത്താവ് പറയുന്ന എക്സാമ്പിൾ എന്തെന്നറിയോ? നിങ്ങളത് വിട്ടേക്കാനാ പറയുന്നത്. യു ക്യാനോട്ട് ബിൽഡ് ഇറ്റ്. നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾ വിട്ടുകള, അത് വേണ്ടാന്ന് വെക്കുക. ആ റിസോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ സാധിക്കില്ല. ദ ഫ്ലഷ്, വാട്ട് എവർ ദ ഫ്ലഷ് ഹസ് അക്യൂമുലേറ്റഡ്, യു ക്യാനോട്ട് ഫുൾഫിൽ ദ ലോ ആൻഡ് യു ക്യാനോട്ട് ലിവ് ബൈ ദ ലോ. നിങ്ങൾക്ക് ജീവിക്കാനോ നിയമത്തെ പൂർത്തീകരിക്കാനോ യു ക്യാനോട്ട് ഡു ദാറ്റ് ഇൻ ദ ഫ്ലഷ്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ഇത് തന്നെ പറയുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ ഫിലിപ്പി ലേഖനം, നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഈ ലേഖനങ്ങളിലും എല്ലാം ഒരു കാര്യം മാത്രം പറയുന്നു, ഒറ്റ കാര്യമാണ്, അപ്പോസ്തലിക ഉപദേശ രൂപം. ദാറ്റ്സ് ദ ഓൺലി തിങ് എക്സ്പ്ലെയിൻഡ്. എങ്ങനെ ക്രിസ്തുവിന്റെ നീതിയിലേക്കും ജീവനിലേക്കും പോകും. ഫിലിപ്പി ലേഖനം അത് തന്നെ നോക്കിയോണേ. ആ ഫിലിപ്പി ലേഖനത്തിൽ വരുന്ന മാങ്ങാണ്ടി നമുക്ക് നോക്കാം. എല്ലായിടത്തും ഉണ്ട് ഇത്. സംതിങ് ദാറ്റ് മാൻ cannot meet, man cannot fulfill, a righteousness that's beyond man's flesh or his capabilities. നമുക്ക് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഒരു മിനിറ്റ് എടുക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ആരാ? പൗലോസ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, മീൻസ് പെർഫെക്റ്റ് ഇൻ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോ. നിയമത്താലല്ല, ന്യായപ്രമാണത്താലല്ല, നീതി സംബന്ധിച്ച് ഈസ് ബ്ലെയിംലെസ്. ഓക്കെ, പെർഫെക്റ്റ്. എങ്ങനെ അങ്ങനെ ആയതെന്ന് അറിയും? എങ്ങനെ ന്യായപ്രമാണത്തിന്റെ നീതി അനുസരിച്ച് പെർഫെക്റ്റ് ആയത്? കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ അസറ്റ്സ്, അവനെ അങ്ങനെ ആക്കിയത്. ഇപ്പൊ നമ്മളെല്ലാവരും നല്ല പിള്ളേരല്ലേ, നല്ല മനുഷ്യരല്ലേ അല്ലേ? എന്റെ മുമ്പിൽ കുറച്ച് പിള്ളേരെ കാണുന്നുണ്ട്, ഞാൻ ഈ പിള്ളേരെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് നല്ല പിള്ളേരല്ലേ എല്ലാവരും അല്ലേ? എങ്ങനെ നമ്മൾ നല്ല പിള്ളേരായത്? നല്ല വീട്ടിൽ ജനിച്ചു, നല്ല ഉപദേശങ്ങൾ കേട്ടു, അപ്പനും അമ്മയൊക്കെ മര്യാദക്കാരായിരുന്നു, അവർ പറഞ്ഞു തന്നൊരു ഡിസിപ്ലിൻ നമ്മൾ വളർന്നു, നമുക്കൊരു മോറൽ ഗുഡ് ആൻഡ് ബാഡ് ഉണ്ടായി. അങ്ങനെ നമ്മൾ ഈ അസറ്റ് ഉണ്ടാക്കി എടുത്തത്. അത് ഫ്ലഷ്, നമ്മുടെ ഫ്ലഷ് അങ്ങനത്തെ ഒരു ഫ്ലഷാണ്, നല്ല ഫ്ലഷാണ്. സ്വർഗത്തിൽ പോലുന്നേ ഉള്ളൂ. വെരി ഗുഡ് ഫ്ലഷ്. ആൾക്കാരെ കണ്ട വളരെ മൈൽഡാണ്, സോഫ്റ്റ് ആണ്, ഇടപെടുന്നത് വളരെ നല്ലതാണ്, ചായ കുടിക്കുന്നു അങ്കിളെ, ഓക്കെ, വെരി ഫൈൻ, വെരി വെരി ഗുഡ്. എത്ര നാളായി കണ്ടിട്ട്, സുഖമാണോ, ആൻറ്റി എന്ത് പറയുന്നു, വെരി ഗുഡ് അല്ലേ? നമ്മൾ ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നറിയോ? ഇതെല്ലാം നമ്മുടെ അസറ്റ്സാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അന്തരീക്ഷം, നമുക്ക് ട്രെയിനിങ് എന്ന മാതാപിതാക്കൾ, അവരുടെ സ്വഭാവം, നമ്മുടെ നാടിന്റെ കൾച്ചർ, ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലഷിലുള്ളൊരു നീതി ഉണ്ടായി വരുന്നത്. അങ്ങനെ പൗലോസിന് ഉണ്ടായി വന്ന് എബ്രായൻ ജനിച്ച എബ്രായൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെ ആയി ഞാൻ ആരായി?
ആരായി? ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പെർഫെക്റ്റ് ആയി. പെർഫെക്റ്റ് ആകാൻ വേണ്ടി എന്തെല്ലാം വേണ്ടി വന്നു? കുറേ റിസോഴ്സസ് വേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ ആദമിക മനുഷ്യൻ നീതിമാനാകുന്നത്. ഹി മേക്സ് യൂസ് ഓഫ് 10,000 soldiers. He makes use of that money with which he can only build a foundation. അപ്പൊ അത് വെച്ച് നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജീവിതം ജീവിക്കാം. റെസ്പെക്റ്റബിൾ ലൈഫ് എന്ന് പറയും. റെസ്പെക്റ്റബിൾ ലൈഫ്. നിക്കോദെമോസിനെ പോലെ. പോൾ വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്. എവറി ഹ്യൂമൻ ബീയിങ്, ഗുഡ് ഹ്യൂമൻ ബീയിങ്സ്, ലോകത്ത് ജീവിക്കുന്ന നല്ല മനുഷ്യരെല്ലാം ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അനേകം റിസോഴ്സസ് ഉപയോഗിച്ച് പാഠങ്ങൾ പഠിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ നല്ലവരായിരിക്കുന്നത്, അല്ലേ? റൈറ്റ്. വേറെ പിള്ളേർ ഉഴപ്പി നടക്കുമ്പോൾ ഉഴപ്പി നടക്കാതെ, അവര് ചീത്ത വാക്ക് പറയുമ്പോൾ ചെവി പൊത്തുന്ന പോലെ അഭിനയിച്ച്, അല്ലേ? കഷ്ടപ്പെട്ടില്ലേ കുറെ നമ്മൾ ഈ ഒരു കോലത്തിലാകാൻ? തീർച്ചയായിട്ടും. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ പൗലോസിന്? പൗലോസ് പറയാണ്, 7-ാം വാക്യം 6 നമ്മൾ വായിച്ചല്ലോ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനീന്ത്യൻ. 7-ാം വാക്യം നോക്കി, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ. എന്തൊക്കെയാ ലാഭമായിരുന്നേ? ഈ ലൈഫ് ഭയങ്കര ലാഭമായിരുന്നു. ആൾക്കാർ ബഹുമാനിക്കുമായിരുന്നു, ഒത്തിരി നീതി കിട്ടിയായിരുന്നു, നീതി സംബന്ധിച്ച് ബ്ലെയിംലെസ് ആയായിരുന്നു. കണ്ടോ, ഇത് ചേസ് എവിടെ നിന്നും കൊണ്ടുവരുന്ന കാര്യമല്ല. ചേസ് ജോസഫ് എന്ന് പറയുന്ന ആളൊരു പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ട് കമന്ററി ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ല ഇത്. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ വിഴുങ്ങിയേ പറ്റൂ. നോക്കിയാൽ ഞാൻ എന്തേലും വെളിയിൽ കൊണ്ടിരുന്നുണ്ടോ? ഒന്നും വെളിയിൽ കൊണ്ടിരുന്നില്ല. ഓക്കെ, എനിക്ക് ലാഭമായിരുന്നു. ഓക്കെ, അപ്പൊ എന്നെ നീതിമാനാക്കി മാറ്റിയ ഈ പെരിഫറൽ റൈറ്റ്സസ്നസ്, പുറമേയുള്ള മനുഷ്യന്റെ നീതി, അതിൽ പെർഫെക്റ്റ് ആക്കി മാറ്റിയ റിസോഴ്സസ് ഉണ്ട്. അതിനെല്ലാം ഞാനിപ്പോൾ എന്ത് എണ്ണുന്നു? എങ്ങനെ എണ്ണുന്നറിയോ? എനിക്ക് നഷ്ടം എന്നെണ്ണുന്നു. കാരണം അങ്ങനെയൊക്കെ ഞാൻ ആയിപ്പോയത് എനിക്കൊരു തടസ്സമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അടുത്ത വാക്യം നോക്കിയേ. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത മൂലം. അപ്പൊ ക്രിസ്തുവിനെ അറിയുക, അതൊരു വേറൊരു നോളജ്. അത് നമ്മൾ ഇത്രയും നാൾ ഫ്ലഷിൽ പഠിച്ചുകൊണ്ട് വന്ന നോളജ് അല്ല. നമ്മൾ ഇത്രയും നാൾ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളല്ല. ഇത് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം, വിസ്ഡം ഓഫ് ക്രൈസ്റ്റ്, നോളജ് ഓഫ് ക്രൈസ്റ്റ്, അത് എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്ത അസറ്റുകൾ, നമുക്ക് ലൂക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ല കർത്താവ് ലൂക്കോസിനോട് പറഞ്ഞിരിക്കുന്ന കേട്ട് പറഞ്ഞേക്കുന്ന വിചാരിച്ചാൽ 10,000 സൈന്യം അസറ്റ്. എന്റെ അസറ്റ് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ, ഗോപുരത്തിന്റെ ഫൗണ്ടേഷൻ ഇടാനുള്ള പണം, ഇത്രയേ ഉള്ളൂ. പൗലോസ് പറയാണ്, ഇതൊക്കെ ഇത് വെച്ചോണ്ട് ഞാൻ ഇരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഈ ഒരു ജഡത്തിലുള്ള പരിച്ഛേദന നമ്മൾ നോക്കിയേ. 3-ാം വാക്യം നോക്കി, ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശരിക്കും നിക്കോദെമോസിന്റെ ലൈഫ് തന്നെയാണ് ഇവിടെ എല്ലാം കാണിക്കുന്നത്. 3-ാം വാക്യത്തിൽ പറയുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ നമ്മുടെ നീതിക്ക് നമ്മൾ ആരെ ആശ്രയിച്ചു കൂടാ? നമ്മുടെ ജഡത്തെ ആശ്രയിച്ചു കൂടാ. ദാറ്റ് റൈച്ചസ്നെസ് ഈസ് നോട്ട് ഇനഫ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. However good that flesh is, it cannot give you life. And by doing or observing the law, you cannot be made living. You cannot be quickened. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവൻ തരാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇതെല്ലാം ഫ്ലഷാണ്. ഫ്ലഷിന് എവിടെ ചെല്ലാൻ പറ്റില്ല? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല. ഓക്കെ, അടുത്ത വാക്യം. അപ്പൊ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമുണ്ടോ? അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നുള്ള വാക്ക് നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒരു വാക്കാണ്. കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു അർത്ഥമല്ല പരിജ്ഞാനത്തിനുള്ളത്. നമുക്ക് അതിനു വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ് പരിജ്ഞാനം എന്നറിയാൻ വേണ്ടി? ഓക്കെ, അതിനാണ് ഭയങ്കരമായ ശ്രേഷ്ഠതയുള്ളത്. പരിജ്ഞാനം 3 കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ ശ്രദ്ധിച്ചാൽ, മലയാളത്തിൽ ഇംഗ്ലീഷിലോ പറയാൻ പറ്റും.
പരിജ്ഞാനം. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് ഒരു സംഭവത്തെക്കുറിച്ച് വിവരം കിട്ടുക എന്നുള്ളതാണ്, ഇൻഫർമേഷൻ. അതാണ് ഫസ്റ്റ് ലെവൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പാസ്റ്റർ പറയുന്നു, പാസ്റ്റർ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ഭാരമാണ് പാസ്റ്റർ, എന്നെ സഹായിക്കണം. എന്നെ സഹായിക്കണം എന്ന് പറയുന്നില്ല, ഭയങ്കര ഭാരമാണ് പാസ്റ്റർ പറഞ്ഞു. ബ്രദറെ പ്രാർത്ഥിക്കും, ദൈവം സഹായിക്കും. എനിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കും. ഇതാണ് എനിക്ക് കിട്ടിയ വിവരം. ഇനി ഇത് അറിവാകുന്ന എങ്ങനെയാണെന്നറിയോ? ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് പൈസ തന്നു, അത് അറിവായി. ഇപ്പൊ ഇനി നാളെ ആർക്കെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടായാൽ എനിക്ക് എന്ത് പറയാം? അറിയാമോ, ഞാൻ അറിഞ്ഞതാ, കർത്താവ് പൈസ തരും. ഇതാണ് അറിവ്. നേരത്തെ വേണ്ടതൊരു വിവരം മാത്രമായിരുന്നു, ഇപ്പൊ അതൊരു അറിവായി. ഓക്കെ, ഇനി പരിജ്ഞാനം എന്താണ്? വിവരം, ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, അല്ലെ പരിജ്ഞാനം. ഇനി മൂന്നാമത്തെ പരിജ്ഞാനം. പരിജ്ഞാനം എങ്ങനെയാണെന്നറിയോ? പാസ്റ്റർ മറുപടി വേറെയായിരുന്നു. എന്തായിരിക്കുമായിരുന്നു പാസ്റ്റർ മറുപടി? പരിജ്ഞാനമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ചാൽ മതി, പറയണ്ട. മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വരില്ല. ഷുവർ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വരില്ല. അപ്പൊ പാസ്റ്റർ ഒരു പുതിയ വിശ്വാസിയാണെങ്കിൽ ആദ്യത്തെ ഉത്തരം കറക്റ്റ്, കാരണം അവന് ദൈവ ആശ്രയം ആദ്യം പഠിക്കുന്നത്. പുതിയ വിശ്വാസികൾ എല്ലാവരും ഡയറക്റ്റ് ഭയങ്കര ഫയറോട് വന്നവരും ഉണ്ട്. പക്ഷെ ഇത്തിരി മുതിർന്ന വിശ്വാസം എന്നെ പാസ്റ്റർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, ബ്രദറെ, ഈ ഇല്ലായ്മ എന്ന് പറയുന്നത് ശരിക്കും ഒരു ശാപമല്ല. കർത്താവിന് ഒന്നുമില്ലാത്ത സമയമുണ്ടായിരുന്നു. ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ കർത്താവ് മീനിന്റെ വായിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. He was very, very poor. He lived poor. അപ്പോ ചില സമയത്ത് ദൈവം നമ്മളെ പൈസ ഇല്ലാത്ത അവസ്ഥയോടെ കടന്നു പോകാൻ അനുവദിക്കും. എന്തിനു വേണ്ടി എന്നറിയാം? ക്രിസ്തു എങ്ങനെ ജീവിച്ചത് എന്നുള്ളൊരു, ഈ പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതാണ് പരിജ്ഞാനം. ഇഫ് ജീസസ് വെയർ ഇൻ മൈ പ്ലേസ്, വാട്ട് വുഡ് ഹി ഡു? അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഇതിനെയാണ് പരിജ്ഞാനം. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ആ ഓട്ടം വളരെ തീഷ്ണമായ ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വളരെ വിശദമായിട്ടുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇത്ര ഞാൻ പറഞ്ഞു വന്നത്, ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് യു നത്തിങ്. ഓക്കെ, ഇനി ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഞാൻ പറയാം. അപ്പൊ ഈ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്ങിനകത്ത് നമുക്ക് വരാം പൂർണ്ണമായിട്ട്. എൻ്റെ ഫ്ലഷ് കൊണ്ട്, എൻ്റെ തീരുമാനങ്ങൾ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ടും യാതൊരു പ്രയോജനമില്ലാന്ന് എനിക്ക് മനസ്സിലായത് 2017. കുറച്ചൊക്കെ നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഇത്ര പോക്കാന്ന് അറിയത്തില്ല. 2017 ഞാനത് മനസ്സിലായത്. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. അതിലൊരാൾ HIV പോസിറ്റീവാണ്. അവൻ ബാംഗ്ലൂരിൽ ഒരു കെയർ സെന്ററിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അവനെ കാണാൻ വേണ്ടി പോയി 2017 ജൂലൈയിൽ. അതിനുശേഷം പല പ്രാവശ്യം പോയി. ഇപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന്റെ തലേദിവസമാണ് ഞങ്ങൾ അവന്റെ ഹോസ്റ്റലിൽ പോയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഒരു ദിവസം ഈ ഓഗസ്റ്റില് 2017 ഞാനും എൻ്റെ കുടുംബവും അവന്റെ ഹോസ്റ്റലിൽ ചെന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് അവനോട് സ്പെൻഡ് ചെയ്തു. പോരാനിറങ്ങി ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ കീ ഇടലും എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു, ഇവനോട് പോയി ഒന്നും കൂടെ ഒരു ബൈ പറഞ്ഞിട്ട് വരാം. ഞാൻ രണ്ടാമത് ഇറങ്ങി ചെന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, പപ്പ അടുത്ത മാസം വരാൻ കേട്ടോ, ബൈ. ഇവനെന്നെ വട്ടത്തിലങ്ങ് മുറുക്കെ അങ്ങ് പിടിച്ചു. ഒറ്റ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു ഒഴുകി, എൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു കുളിച്ചു. ഞാൻ വിചാരിച്ചു അവനെ കുറച്ച് ഞാൻ കരയട്ടെ. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു, കരഞ്ഞുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തി. അവൻ ചിരിച്ചു, ഞാൻ ചിരിച്ചു, ബൈ ബൈ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് എനിക്ക് ഭയങ്കര വിഷമമായി പോയത്. കാരണം അവന്
ഞങ്ങളോടുള്ള സ്നേഹം അങ്ങോട്ട് കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഹീസ് ലിമിറ്റഡ്, പക്ഷെ സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് സോ മച്ച് ഗിൽറ്റി. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പം ഞാൻ കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് അവനെ എൻ്റെ മകനെ പോലെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തത്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവനുണ്ടല്ലോ, ആ കൊച്ച് നിന്റെ സ്വന്തം പുത്രനല്ലാത്തതുകൊണ്ടാണ് നിനക്കത് പറ്റുന്നത്. അപ്പൊ എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായി. അതിനർത്ഥം എന്താ? സ്വന്തം മകനെ സ്നേഹിക്കുന്ന പോലെ ആ കൊച്ചിനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. കർത്താവിന്റെ അക്യൂസേഷൻ, ഹോൾഡിങ് മീ ഗിൽറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, അവൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ 3.5 വയസ്സ് പ്രായമുള്ളൂ. ഈ 3.5 വയസ്സ് തൊട്ട് ഞങ്ങൾ അവനെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തി, എടുത്തുകൊണ്ട് നടന്നു, ആഹാരം കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ഞങ്ങളുടെ പിള്ളേരോട് കളിച്ച് 10 വർഷം നടന്നു. അതിനുശേഷം അവന്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ഞങ്ങൾക്ക് അവനെ നോക്കാൻ പറ്റാതെ വന്നപ്പോൾ മറ്റു പിള്ളേർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസ്, TB അതെല്ലാം പകരും എന്നൊരു അവസ്ഥ വന്നപ്പോഴല്ലേ കർത്താവ് ഞങ്ങൾ അവനെ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. അത് ഞങ്ങൾ ഇഷ്ടത്തോടെ അല്ലല്ലോ ചെയ്തത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ഇത്രയാണ് കണ്ടത്, അത് അവൻ നിന്റെ മകനല്ലാത്തതുകൊണ്ടാണ് അവൻ നിന്റെ കൂടെ ഇല്ലാത്തത്. കർത്താവിനൊരു മാറ്റവും ഇല്ല. ഞാൻ എന്റെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ മനസ്സിലായി, ശരിയാണ് കർത്താവ് പറഞ്ഞത്. കാരണം ഞാൻ പെട്ടെന്ന് ഓർത്തു, എൻ്റെ സ്വന്തം മകനാണ് ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ അവനെ ബാംഗ്ലൂരിലെ കെയർ സെന്ററിൽ വിട്ടിട്ട് കൊച്ചിയിലും താമസിക്കില്ല ഒരിക്കലും. ഞാൻ അവന്റെ കെയർ സെന്ററിന് അടുത്തൊരു വീടെടുത്തേനെ. എല്ലാ ദിവസവും രാവിലെ അവിടെ വന്ന് കരഞ്ഞേനെ. അവന് ഒരു വിലാപമായ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നേനെ. പക്ഷെ എനിക്ക് അത്രയും വിലാപമൊന്നും തോന്നുന്നില്ല. എനിക്ക് ഇവന്ന് രക്ഷപ്പെടണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്, എന്തും അതിനുവേണ്ടി എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ആ വികാരപരമായിട്ട് എൻ്റെ ഉള്ളില് അവനോട് ആ ഒരു എല്ലാറ്റിനെയും കവിയുന്ന കർത്താവിന്റെ സ്നേഹം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഞാൻ വിഷമത്തോടെ അവിടെ നോർത്തു. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ അവനെ എടുത്തു വളർത്തി, സ്നേഹിച്ചില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ നിനക്ക് തന്നേക്കുന്ന പ്രതിഫലം 0 ആണ്. 0. ഞാൻ തകർന്ന തരിപ്പണമായി പോയി. എന്ത് ചെയ്യും സഹോദരൻ? നിങ്ങൾ പറ, എന്ത് ചെയ്യും? ഇത് ഫ്ലഷ് എത്ര നോക്കിയാലും ഇതിനകത്തൊന്നും വരുന്നില്ല. ഞാനാണ് കർത്താവെ, എനിക്കൊരു ഫീലിങ്, അവൻ എന്നോട് തോന്നുന്നു അത്രയും. കാരണം അവന് വേറെ ആരും ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ട്. സോ ഞാൻ അവിടെ തകർന്നു പോയി. ഞാൻ കർത്താവിനെ നിലവിളിച്ച്, എൻ്റെ കർത്താവെ, ഞാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, കണ്ണ് നിറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് എന്നുള്ളത് ഞാൻ ബലഹീനനാക്കി എന്നെ മാറ്റുന്നൊരു കാര്യമാണ്. ഞങ്ങൾ പിന്നെ അവരോട് ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവനെ ഒരാഴ്ചത്തേക്കെങ്കിലും ഒന്ന് വിടാമോ വീട്ടിലേക്ക്? ഒരു രക്ഷയില്ല, വിടാൻ പറ്റത്തില്ല. ഒരു ദിവസം പോലും വിടാൻ പറ്റില്ല. കാരണം ഹെൽത്ത് ഈസ് ലൈക്ക് ദാറ്റ്. അവൻ എപ്പോഴും മെഡിക്കൽ കെയറിന് കീഴിലായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പൊടിയൊന്നും അടിപ്പിക്കാതെ പെട്ടെന്ന്, നോർമലാണ്, കണ്ടാൽ നോർമൽ തന്നെയാണ്, പക്ഷെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും. ബിക്കോസ് ഈസ് ഓൺ ദ 3rd സ്റ്റേജ്. ഞങ്ങൾ ഇവനെ എല്ലാം കൊണ്ടുവന്ന് ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങി ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു തിരിച്ചു കൊടുത്തു. ദാറ്റ്സ് ദ ഓൺലി തിങ് വി ക്യാൻ ഡു. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അന്ന് പറഞ്ഞ ഞാൻ ഇവരുടെ കെയർ സെന്ററിന് അടുത്തൊരു വീടെടുത്ത് കിട്ടി ബാംഗ്ലൂരോട്ട് മാറണം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ കെയർ സെന്ററിന്റെ അകത്ത് വീടെടുത്താലും നീ ജഡമാണ്, ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നമ്മളിങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടുണ്ടോ? ഹെൽപ്ലെസ്. കർത്താവിനോട്, എൻ്റെ കർത്താവെ, ഐ എം സോ ഹെൽപ്ലെസ്. നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ ഹാവിൻ ഡൺ എനിത്തിങ് ടു പ്ലീസ് യു. നിനക്ക് ഗുണമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കടം വീട്ടിക്കോ, അവൻ ആർക്കും തുടങ്ങല്ലേ. A saint always understands only the Lord matters, and none of his works ever qualifies him. അതാണ് കർത്താവ് പറഞ്ഞത്, the flesh profits nothing. Nicodemus, your old life of the flesh profits you nothing. The rich young ruler, you are a good man, you obeyed all the commandments, but your flesh cannot profit you. Paul, you can glory in the flesh much more than any of these people I mentioned, but still you cannot enter into the kingdom because your flesh is a good flesh, but I cannot be pleased in human flesh.
പൗലോസെ നിന്റെ ജഡം നല്ല ജഡമാണ്, എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തിലെ വിസിബിൾ തലത്തിലുള്ളത്, പഴം മാങ്ങാണ്ട് തൊട്ടിട്ടില്ല. എന്നിട്ട് പൗലോസ് എന്താ പറയുന്നത് നോക്കി. ഫിലിപ്പി ലേഖനം 3 9 വാക്യം നോക്കി. എങ്ങോട്ടാ പൗലോസ് പോകുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, ദാറ്റ്സ് ഹിസ് അംബിഷൻ. ഗെയിൻ ക്രൈസ്റ്റ്, അതാണ് അംബിഷൻ. ഓക്കെ, ഗെയിൻ ക്രൈസ്റ്റ്. അപ്പോ അതിനെന്ത് ചെയ്യണം? അടുത്ത വാക്യം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല. കണ്ടോ, എൻ്റെ ഫ്ലഷിൽ നിന്ന് വന്ന, ഞാൻ ഉണ്ടാക്കിയെടുത്ത, സ്ഥാപിച്ചെടുത്ത ആ നീതി എനിക്ക് വേണ്ട. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി വേണം. ദാറ്റ്സ് എ സൂപ്പർ ക്ലാസ് റൈറ്റ്സസ്നെസ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി, അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന നീതിയാണ്. എൻ്റെ ജഡത്തിൽ നിന്ന് വന്ന വേണ്ട. I need a righteousness that does not belong to me. I need that righteousness with which Christ lived. കർത്താവ് ജീവിച്ച അതേ നീതി എനിക്ക് വേണം. നിങ്ങൾക്ക് വേണോ ആ നീതി? അത് പൗലോസ് പറഞ്ഞു. അത് ഇനി താഴോട്ട് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചൊന്നും വിചാരിക്കുന്നില്ല. എന്ത് പിടിച്ചൊന്നും വിചാരിക്കുന്നില്ല? ഈ എൻ്റെ ഓട്ടത്തിന്റെ ലക്ഷ്യം അത് സ്വർഗമല്ല. എൻ്റെ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം എങ്ങനെയെങ്കിലും പ്രാപിക്കുന്ന ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാവിനാലുള്ള ആ പുതിയ ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് കർത്താവ് പറയുന്നു. ജഡത്താൽ ജനിച്ചത് ജഡവും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവും ആകുന്നു. ഓക്കെ, യോഹന്നാൻ 6 അധ്യായമാണ് നമ്മൾ ഉറക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന് അടുത്തുള്ള അധ്യായങ്ങളില് കർത്താവ് പറയുന്നത് ഈ ജീവൻ എങ്ങനെയാണ് വ്യാപരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്തതായിട്ട് വായിക്കാൻ പോകുന്നത് യോഹന്നാൻ 10 അധ്യായം, ജോൺ ചാപ്റ്റർ 10. നമുക്ക് അങ്ങനെ പോയെങ്കിൽ ഈ സത്യം പറഞ്ഞ വ്യാഴാഴ്ച കൊണ്ട് തീരുവാണോ വെള്ളിയാഴ്ച കൊണ്ട് ഉണ്ടോ? ടൈപ്പ് ചെയ്താൽ മതി. വെള്ളിയാഴ്ച കൂടെ ഉണ്ട് ഉണ്ടല്ലേ? ആയിക്കോട്ടെ, ഓൾറൈറ്റ്. ഇത് 9 വാക്യം. ഒൻപതും 10. അപ്പൊ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടല്ലോ, എല്ലാവരും കേട്ടോ? എന്താ നമ്മുടെ ഫ്ലഷ് എവിടെ നിന്ന് വന്നതാ? ഫ്രം ആഡം. നമ്മളെല്ലാവരും ആദമിലായിരുന്നുകൊണ്ടാണ് ഈ ഫ്ലഷ് വന്നത്. അത് ആദം നമുക്ക് വളരെ സ്നേഹത്തോടെ തന്ന ഒരു അവകാശമാണ് ഈ ജഡം. ഇത് വെച്ച് നീ ജീവിച്ചോ, നീ നല്ല ജോലി ചെയ്തോ, നന്മ തിന്മകളെ നോക്കിക്കോ, നീതിമാനായിക്കോ, ഇങ്ങനെയാണ് ആദം നമ്മളോട് പറഞ്ഞ് തന്നത്, അയപ്പിച്ച. പക്ഷെ അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ പറ്റിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായിരുന്നു ആദമിന്റെ സമ്പത്ത്. ഇതിനടുത്ത് നോക്കിയേ, 10 വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നു. അപ്പൊ കർത്താവ് എന്തിനു വേണ്ടി വരുന്നത്? നിങ്ങളെ ഇന്ന് പൈസ അടിച്ചു മാറ്റാനല്ല, നിങ്ങളൊരു മതം വെച്ച് ചൂഷണം ചെയ്യാനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷക ശക്തി എന്ന് പറയുന്ന മതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷക ശക്തി എന്ന് പറയുന്നത് മതം. പിന്നെ ചില രാഷ്ട്രങ്ങളുടെ തത്വം. മതവും രാഷ്ട്രീയവും മനുഷ്യർ ഏറ്റവും കൂടുതൽ അടിമകളാക്കി വെക്കുന്ന കാര്യങ്ങൾ. മതം ഫോർ എക്സാമ്പിൾ, നമുക്ക് മതം എന്ന് പറയുമ്പോൾ
ക്രിസ്തുവിനൊരു മതമില്ല, നമുക്കറിയാം, വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ഈ മതം എന്ന് പറയുമ്പോൾ അത് ചില നിബന്ധനകൾക്ക് വിധേയമാണ്. എല്ലാ മതങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എല്ലാ മതങ്ങളിലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ എന്തെങ്കിലും നേർച്ചയോ കാഴ്ചയോ പൈസയോ കൊടുത്താൽ പ്രസാദിക്കുന്ന ഒരു ഡേറ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട്. ആ ഡേറ്റിക്ക് നമ്മളെക്കാൾ ശക്തി ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ മതങ്ങളിലും. അതുപോലെ ഈ ഡേറ്റി അല്ലെങ്കിൽ ഈ ദൈവത്തിന് നമ്മൾ നല്ലവരായി ജീവിക്കാനുള്ള ഉപദേശം തരാനും സാധിക്കും. ഇതാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും കോമൺ ഫാക്ട്. ഓക്കെ, അപ്പൊ ഫ്ലഷ് കൊണ്ട് നമുക്ക് മാക്സിമം ഉണ്ടാക്കാവുന്നത് ഒരു മതമാണ്. ഇവരെല്ലാം എന്താ ചെയ്യുന്നതെന്നറിയാമോ? മതം എപ്പോഴും ചൂഷണമാണ്. എന്തൊക്കെയാ ചൂഷണം ചെയ്യുന്നത്? മനുഷ്യരുടെ ഭയം, ആങ്സൈറ്റി, നാളെ എന്ത് നടക്കും എന്നുള്ള ആങ്സൈറ്റി ചൂഷണം. ഓക്കെ, അതുപോലെ അത്യാഗ്രഹം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. ഇന്ന് സ്തോത്രാഴ്ച പെട്ടിയിൽ വീഴുന്ന ഓരോ രൂപയിലും ഒരു 75 പൈസയെങ്കിലും അത്യാഗ്രഹത്തിന്റെ പണമാണ്. അതെങ്ങനെയാ? പ്രസംഗം എന്ത് കേട്ടിട്ടാ ഇട്ടേക്കുന്നറിയോ? ഇന്ന് കർത്താവിന് ഏറ്റവും വലിയ നോട്ട് കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാൻ പോവാന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതിനകത്തെല്ലാം വലിയ പൈസ വരാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ചൂണ്ടയാണ് നമ്മുടെ സ്തോത്രകാഴ്ച പെട്ടി വീഴുന്ന പണം. അല്ലേ? ഇങ്ങനല്ലേ? അപ്പൊ അതിൽ വലിയൊരു പങ്കും അത്യാഗ്രഹത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ്. ഇറ്റ്സ് ഓക്കെ ടു ബി ഗ്രീഡി മൈ ബ്രദർ. ഡു യു വാണ്ട് 10 lakh rupees? Put 1,000 as an offering. മതം ചൂഷണം. നമ്മുടെ കൊതികളെ, നമ്മുടെ പേടികളെ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി 20 വയസ്സുണ്ട്. പുള്ളിക്കാരി ഭയങ്കര സീരിയസ്ലി അഫക്റ്റഡ് ബൈ പൊസഷൻ, ഡിമോണിക് പൊസഷൻ. നമ്മുടെ ചർച്ചിൽ ഒരു സിസ്റ്റർ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾക്ക്. ഹിന്ദുക്കളാണ്, സുവിശേഷം കേട്ടിട്ടുണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇവരോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവർ കാറ് വിളിച്ച് ഞങ്ങൾ തന്നെയാണ് കാർ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് അത് നിങ്ങൾ വിചാരിക്കില്ല, ഓ കാർ വിളിച്ചോണ്ട് വന്നു, അങ്ങനെയൊന്നുമല്ല. സോ വി പെയ്ഡ് ദം. അവരങ്ങനെ പണമൊന്നും കയ്യിലുള്ളവരല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആർ യു ഏബിൾ ടു ലിസൺ ടു മീ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര തലവേദന, ശബ്ദമില്ല, ഒന്നും പറയാൻ വായിൽ വരില്ല. പ്രാർത്ഥിച്ചപ്പം ഈ സാധനം അങ്ങ് പോയി. നോർമലായി സംസാരിച്ചു, സ്തോത്രം ചെയ്തു, കർത്താവിനെ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു, വിടുതലിന് നന്ദി പറഞ്ഞു. പക്ഷെ കൊച്ചു ഫ്രീ ആയി. പക്ഷെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെ പാസ്റ്ററെ, ഇവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാമ്പാണ്. ഒരു പാമ്പ് ഒന്നുമില്ല കടിക്കുവാണ്. ആ പാമ്പിന്റെ ശക്തി കാരണമാണ്. ഇത് എളുപ്പമല്ലെന്ന് അവരെന്നോട് പറയുക, ഞങ്ങളോട് പറയാം, അത് എളുപ്പമല്ല പോകാൻ. ഇന്ന് അവർ ഫോൺ ചെയ്തപ്പോൾ അമ്മ പറയാണ്, അതെ കരുനാഗം അതങ്ങനെ എളുപ്പത്തിൽ പോകത്തില്ല. ഇതിപ്പോ കൊച്ചിന് വിശ്വാസമാണ്. നിങ്ങൾ ആലോചിക്കേ, ഈ പാമ്പിന്റെ കഥ പറഞ്ഞ് എത്ര എണ്ണത്തിന് അടിമകളാക്കി വെച്ചിരിക്കുന്നത്? മതത്തിന്റെ ചൂഷണം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിനിടയിൽ പെന്തക്കോസിലെ കുറെ പ്രവാചകന്മാർ. ബ്രദറെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഞാൻ ഒരു പാമ്പിനെയാണ് കണ്ടത്. ഈ പാമ്പിനെ എവിടെ അടങ്ങി കിടന്നുകൂടെ? എന്നിട്ട് ഇവരിത് കണ്ടിട്ട് നമ്മളോട് വിളിച്ചു വന്നു. എന്നിട്ട് പിന്നെ നാളെ തലവേദന വന്നാൽ പിന്നെ ഈ പാമ്പിന്റെ പോരാട്ടം നമ്മൾ വിചാരിക്കും. ഈ ഇല്ലാത്ത പാമ്പിന്റെ പുറകെ നടന്ന് അത് പോവില്ല.
കാണാത്തതും ഇല്ലാത്തതുമായ സാധനത്തെ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് വിശ്വാസമായി ഭവിക്കുക. അത് ആ പ്രവാചക ചൂഷണം ചെയ്യും. ഈ പാമ്പിനെ കളയാൻ വേണ്ടി 3 ദിവസം ഉപവാസപ്രാർത്ഥന. എന്ത് ചെയ്യും? ഞാൻ പറയും, എന്റെ സഹോദരി ഈ രാത്രി പാമ്പിനെ കണ്ടോ, തിരിഞ്ഞു കിടന്ന് ഉറങ്ങിക്കോ. ഇനി പാമ്പ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൂട് കെട്ടി അതവിടെ മുട്ടയിട്ട് വിരിഞ്ഞ് അതൊരു 5-8-10 പാമ്പ് കുഞ്ഞുങ്ങളായി അത് മുഴുവൻ നശിപ്പിക്കുന്നതിനൊക്കെ നല്ലത് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ പല മൃഗജാലങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ മാനിനെ കിടന്നവരും കുതിര കിടന്നവരും. ഇങ്ങനെയൊക്കെയാണോ പോരാട്ടം വരുന്നത്? എന്റെ പ്രിയ സഹോദരന്, വാട്ട് ഈസ് ദിസ്? ഞാൻ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ ആ പ്രവചനം കേട്ട സഹോദരൻ പറഞ്ഞു, പാമ്പിനെ നിങ്ങൾ കണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. ആരാ കണ്ടത്? ആ സ്ത്രീയെ കണ്ടത്. ഓക്കെ, ആ സ്ത്രീയോട് പറ, പ്രാർത്ഥിച്ച് കളാം, നമുക്ക് നോ പ്രോബ്ലം. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് കളഞ്ഞാല്. അനദർ ചൂഷണം. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള സഹോദരിമാരാണ്, പെൺപിള്ളേർ പ്രത്യേകിച്ചും നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് അപ്പോൾ നിന്നെ തണുപ്പുള്ള ദേശത്തേക്ക് ആകാശത്തോടെ കൊണ്ടുപോകാനൊക്കെ പറയും. അപ്പോഴേക്കും അത് ഭയങ്കര ചൂഷണമാണ്. അതിന് ആ പ്രവാചകനെ വിളിച്ച് പിന്നെ അതിനുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയുള്ളൊരു. എല്ലാ മതങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് മനുഷ്യന്റെ ഗ്രീഡ് ആൻഡ് ഹിസ് ഫിയർ. കേൾക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഗ്രീഡ് ആൻഡ് ഹിസ് ഫിയർ എല്ലാ മതങ്ങളുടെയും കോമൺ ഫാക്ടർ അതാണ്. നിങ്ങൾ ഏത് മതത്തെ നോക്കിയോ, നമ്മുടെ ഇടയിൽ ഇന്ന് വ്യാപരിക്കുന്ന, പെന്തക്കോസ്റ്റിൽ ഇന്ന് വ്യാപരിക്കുന്ന മതം നോക്കിയേ, ഫീഡിങ് ഓൺ മാൻസ് ഗ്രീഡ് ആൻഡ് ഫിയർ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോ. കാരണം നിങ്ങൾ സത്യം അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യു don't have to be under the yoke of slavery anymore, slavery of religion. കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാം ഇങ്ങനെ എന്റെ മുമ്പിൽ ഫ്രോസണാ. അതുകൊണ്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ കർത്താവ് പറയാണ്, all religious systems man-made. അവര് കള്ളന്മാരും കവർച്ചക്കാരുമാണ്. നിങ്ങൾക്ക് ജീവൻ തരാൻ വന്നതല്ല. അവര് നിങ്ങളുടെ കയ്യിലുള്ളത് അടിച്ചു മാറ്റാൻ വന്നതാണ്. ഓക്കെ, സന്തോഷമായോ? ഞാനൊരു കോൺവെർസേഷൻ പറയാം. യൂട്യൂബ് ലൈവ് ആയതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി പ്രയാസം, എന്നാലും പറഞ്ഞേക്കാം. ഞാൻ ഒരു ദിവസം ഈ ലൈവ് പ്രസംഗിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമില്ല. എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഒത്തിരി കട്ടാവും. എനിക്ക് നിങ്ങളോട് പറയേണ്ട പല കഥകളും ഞാൻ പറയും. ഞാനിങ്ങനെ വായിലേക്ക് വന്നിട്ട് വേണ്ടെന്ന് വയ്ക്കും. കാരണം അന്നേരം ഞാൻ ഈ റെഡ് ലൈറ്റ് കാണും, ലൈവ്. ഓക്കെ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇപ്പൊ ഞാനും എൻ്റെ വൈഫും പിള്ളേരും കൂടെ ഒരു ദിവസം വിശാഖപട്ടണത്ത് നിന്ന് ഓങ്കോളിലേക്ക് വരിക, ആന്ധ്രയിൽ. അപ്പൊ ഞങ്ങളുടെ എതിരെ തിരുപ്പതിക്ക് പോകുന്ന ചില ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. തലം മുട്ടയടിക്കാൻ പോകും. അപ്പൊ എൻ്റെ ഭാര്യ ഒരു ഹിന്ദു കൺവേർട്ട് ആയതുകൊണ്ട്, ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് ഇവരെ കണ്ടപ്പോൾ ഒരു ആത്മഭാരം തോന്നിയിട്ട് അവരോട് പറഞ്ഞു, ഞാനൊരു ഹിന്ദു ആയിരുന്നു, പക്ഷെ ഞാൻ ജീസസിനെ കണ്ടുമുട്ടി, ഇപ്പൊ ഞാൻ വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്. സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ ആ പുള്ളി പറഞ്ഞു, വളരെ കഷ്ടമായിപ്പോയി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നേരെ തിരുപ്പതിക്ക് പോവാം, അവിടുത്തെ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, നിങ്ങൾ ഒരിക്കലും കുലം വിട്ട് വേറെടുത്ത് പോകരുതായിരുന്നു. പുള്ളിക്കാരിക്ക് ഈ ഭാഷയുടെ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്താ പറയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയായിരിക്കാം, നിങ്ങളുടെ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ക്രിസ്ത്യാനികളുടെ പല വേളാങ്കണ്ണിയിലും മലയാറ്റൂരും ഇങ്ങനെ പല സ്ഥലത്തും അവിടെ ദൈവങ്ങളും കുട്ടി ദൈവങ്ങളും എല്ലാം കാത്തിരിപ്പുണ്ട്. എന്തിനാ കാത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നോക്കിയാണ് അവരിയ്ക്കുന്നത്. ഞാൻ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ തിരുപ്പതിയിലെ ദൈവമാണ് ഇതിനകത്ത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ദൈവം.
പക്ഷെ ഇത്രയും പണം കിട്ടിയിട്ടും ആ ദൈവത്തിന് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല, എനിക്ക് മതി പിള്ളേരെ, ഇവിടെ വന്ന് ഈ മല കയറുന്നതിൽ ഒത്തിരി പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾ ഈ പ്രാവശ്യം അവർക്ക് കൊടുത്തേരെ എന്ന് പറയാൻ ഉള്ള വായോ മൂക്കോ ചിന്തയോ ചെവിയോ അതിനില്ലതാനും. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇങ്ങോട്ട് ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ അവസാനത്തുള്ള രക്തം വരെയും ഞങ്ങൾക്ക് തന്നിട്ട് തിരിച്ചൊന്നും വേണ്ട മക്കളെ, ഇതാ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് പോയൊരു കർത്താവ് എനിക്കുള്ളപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഈ ചൂഷണത്തിനകത്തേക്ക് ഞാൻ വരണമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്ക് ഒരു ഞെട്ടലുണ്ടായി. ഞങ്ങൾ പിന്നെ കുറച്ച് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് പോകും. അവർ വളരെ പാടായിരുന്നു അവർക്കത് കേൾക്കാൻ, ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി പോയി. കാരണം ലോകത്തിൽ ഏത് മതത്തെ, ഏത് വ്യവസ്ഥയെ നിങ്ങൾ നോക്കിയാലും, പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ബ്രദറിൽ ഒരിക്കൽ പറഞ്ഞു, ഇവര് ഈ വിശ്വസിക്കുക ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞ് ടി വിയിലെ പ്രോഗ്രാം വരും, ഇംഗ്ലീഷ് ചാനലൊക്കെ, ഗോഡ് ചാനൽ, അതിനകത്തൊക്കെ വരും. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ഡൊണേഷൻ അയക്കേണ്ട വിലാസം. പുള്ളി ചോദിച്ചത്, ഈ വിശ്വസിച്ച് പൈസ കിട്ടും നമ്മളോട് പറയുന്നവർ അവരെ വിശ്വസിച്ചാൽ പോരെ, അവരെന്നെ അഡ്രസ് അയക്കുന്നത്. സോ ഇതെല്ലാം ചൂഷണ അല്ലേ? അവർ ചെയ്താൽ പോരെ, അത് അവരങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വല്ലവർക്കൊക്കെ പൈസ കൊടുത്താൽ പോരെ. നിങ്ങൾ 10 ഇട്ട 1000 കിട്ടുമല്ലോ, 100 ഇരട്ടി അല്ലേ? അപ്പൊ പിന്നെ അവരതങ്ങ് ചെയ്താൽ പോരെ, നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? അപ്പൊ കർത്താവ് പറയുന്നത്, ഞാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എനിക്ക് മുൻപേ വന്നവർ മുഴുവൻ, ആ മുഴുവൻ എന്ന് പറഞ്ഞതോടുകൂടി സകല മതങ്ങളും ദൈവത്തിന്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തു, ജീവൻ തരാതെ കൽപ്പനകൾ തന്ന്. നോക്കിയപ്പോ പഴയ നിയമത്തെ കുറിച്ച് എന്താ പറയുന്നത്? പഴയ നിയമത്തെ കുറിച്ച് ഞാൻ പറയാം. അതിനകത്ത് പഴയ നിയമം എന്തുകൊണ്ട് വിശുദ്ധമാണ്? പഴയ നിയമം വിശുദ്ധമാകുന്നതിന് ഒറ്റ കാരണമുള്ളൂ, അതിനകത്ത് ക്രിസ്തുവുണ്ട്. പഴയ നിയമത്തിന് നമ്മൾ വായിക്കേണ്ടത് പഴയ നിയമത്തിലൂടെ അല്ല, പുതിയ നിയമത്തിന്റെ കണ്ണിലൂടെ പഴയ നിയമം വായിച്ചു നോക്കി. ബോത്ത് ആർ ദ സെയിം. ഓൾഡ് ടെസ്റ്റാമെന്റ്, ന്യൂ ടെസ്റ്റാമെന്റ് എല്ലാം ഒന്ന് തന്നെയാണ്. എങ്ങനെ വായിക്കണം? യേശുവിന്റെ വെളിച്ചത്തിൽ വായിക്കണം. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പിന്നെ പറയാം, എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ പഴയ നിയമം വായിക്കേണ്ടത്. ഒരിക്കലും പഴയ നിയമത്തെ ഈ ഭാഗമായി നിഴലുകളായിട്ട് നമ്മൾ ഇനി വ്യാഖ്യാനിക്കാൻ പാടില്ല. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴെല്ലാം പൂർണ്ണമായ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലെ അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമുള്ളൂ. ഉദാഹരണത്തിന്, ആനയെ കാണാൻ നിങ്ങൾ പോയി വിചാരിച്ചോ, ആനയെ കണ്ട് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ അറിയാലോ. ആനയുടെ വാല് ചൂല് പോലെയാണ് എടുത്തുണ്ട്. ഇത് ചൂലാണല്ലോ എന്ന് പറഞ്ഞു. പിടിച്ചു നോക്കിയപ്പോൾ അങ്ങനെ തോന്നും. കാരണം താഴോട്ട് വരുമ്പോ ഇത്തിരി വിടർന്നും മുകളിൽ. അപ്പൊ ഒരുത്തൻ കാലെ പിടിച്ചു മരം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ബാഹ്യമായ റെവലേഷനാണ്, അവരവർക്ക് കിട്ടിയതിനകത്ത് സത്യമുണ്ട്. അവസാനം ആന വന്ന് കണ്ട ശേഷം ഈ ആനയെ മറന്നുപോയിട്ട് പിന്നെയും പോയി അതിന്റെ വാലെ പിടിച്ചിട്ട്, ഓ ഇത് ചൂല് പോലെ ഉണ്ടല്ലോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, വാലാന്ന് പറയാലോ. മനസ്സിലായി ഞാൻ പറഞ്ഞ്? വാലാന്നങ്ങ് പറഞ്ഞൂടെ, കാരണം ഇതാ കണ്ടല്ലോ ഒറിജിനൽ. ഇന്ന് പഴയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിലോട്ട് കയറാതെ പഴയ നിയമം മാത്രം വ്യാഖ്യാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ആ പഴയ നിയമത്തിൽ ഈ വാല നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മൾ അതിന് ചൂലേ കാണുള്ളൂ. ഈ പുതിയ നിയമത്തിൽ അത് എന്താണെന്ന് വെളിപ്പെടുത്തിയ ശേഷം പിന്നെയും പോയി പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ വായിക്കണം? ഈ കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ വേണം അതെല്ലാം വ്യാഖ്യാനിക്കാൻ. അങ്ങനെ അപ്പോസ്തലന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോസ്തലന്മാർ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് അവർക്ക് പഴയ നിയമം മനസ്സിലായത്. അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി അല്ല അവർ പഴയ നിയമം വ്യാഖ്യാനിച്ചത്. പഴയ നിയമം അവർ വ്യാഖ്യാനിച്ചത് അവർ കണ്ട ക്രിസ്തുവിന്റെ ലൈഫ് വെച്ചിട്ടാണ്. വെളിപ്പാടിന്റെ പൂർണ്ണത വെച്ചിട്ടാണ് അവർ അതിനെല്ലാം വ്യാഖ്യാനിച്ചത്. When there is perfection of revelation, that should be our paradigm. പാരഡൈം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാൻ പറ്റുക? പാരഡൈം എന്തെങ്കിലും ആട്ടെ, അത് പറയാൻ ആർക്കെങ്കിലും പറയാൻ ടൈപ്പ് ചെയ്യാമെങ്കിൽ ടൈപ്പ് ചെയ്തോ. പാരഡൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പ്രോബ്ലത്തെ കാണുന്ന വിധം, ഓക്കെ, പല ആംഗിളിൽ നിന്ന് കാണാം. അപ്പൊ അതിനൊരു ആംഗിളിലാണ് ഒരു പാരഡൈം എന്ന് പറയുന്നത്. പഴയ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളിന്റെ ഇന്റർപ്രിട്ടേഷന്റെ കാര്യത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിരുന്നത് പൈശാചികമായിരുന്നു, നമ്മൾ കൈക്കൊണ്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുകാലത്ത് ആൾക്കാർ പറയുമായിരുന്നു വാട്ട് ദ ഓതർ ഇന്റൻഡഡ് ടു ടെൽ യു എന്ന് പറഞ്ഞാൽ
എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത് അങ്ങോട്ട് എത്തുന്നതാണ് കറക്റ്റ് മീനിങ്. അതാണ് കറക്റ്റ് മീനിങ് അല്ലേ? എഴുത്തുകാരൻ എന്ത് ഉദ്ദേശിച്ചു? പക്ഷെ പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി അങ്ങനെയല്ല, റീഡർ എന്ത് മനസ്സിലാക്കുന്നു അതാണ് പ്രധാനം. പൊളിഞ്ഞേ. ഇങ്ങനെ മോഡേൺ ആർട്ട് കണ്ടിട്ടുണ്ടോ? മോഡേൺ ആർട്ട് കാണാനൊന്നുമില്ല. ഈ പല കളറുകൾ ഇങ്ങനെ വരച്ചു പൂശിട്ട് മോഡേൺ ആർട്ട് എന്ന് പറയാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതൊക്കെ ഒത്തിരി ശാസ്ത്രം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ മോഡേൺ ആർട്ട് ഒരു സംഭവം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു ക്യാൻവാസിൽ എടുത്തിട്ട് പടം വരച്ചിട്ടുണ്ട്. പടമൊന്നുമില്ല, കുറെ പെയിന്റ് അതൊരു ബ്ലാക്ക് പെയിന്റ്, ഒരു ഗ്രീൻ പെയിന്റ്, ഒരു യെല്ലോ പെയിന്റ്, ഒരു റെഡ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ വാരിക്കൂരി കുറെ കളറുകൾ. അപ്പം ഈ ഓതർ എഴുത്തുകാരൻ എന്താ ഇന്റന്റ് ചെയ്തെന്ന് നമുക്ക് അറിയാൻ മേല. കാരണം അത് ആർക്കും അറിയത്തില്ല. എഴുത്തുകാരന് പോലും അറിയാൻ മേല ഇനി എങ്ങനെ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിച്ചായിരുന്നോ എന്ന്. അപ്പൊ പിന്നെ ആകെ ഇത് വായിക്കുന്നവൻ എന്ത്, കാണുന്നവൻ എന്ത് കണ്ടുപിടിക്കുന്നുള്ളതാണ് ഇതിനകത്തെ ആകെയുള്ള പെർസ്പെക്റ്റീവ്, പാരഡൈം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വന്ന് നോക്കുകയാണ്, ഞാനൊരു കലാ ആസ്വാദകനാണ്. അതിന് കൊണസർ ഓഫ് ആർട്ട് എന്ന് പറയും. നമ്മൾ പറയില്ലേ ഡെപ്യൂട്ടി കൊണാണ്ടർ എന്നൊക്കെ പറയുന്ന ആ സാധനമാണ്. ഇതിന് ശരിക്കും ഒരു ഇംഗ്ലീഷ് വാക്കാണത്, കൊണസർ. കൊണസർ എന്ന് പറഞ്ഞാൽ കൊണോയിഷർ എന്നൊക്കെ അത് എഴുതുന്നത്, വായിക്കുന്ന കൊണസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയി. ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ ഇത് വെളിച്ചെണ്ണ ഇത്ര മാസം പഴയതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അങ്ങനെയുള്ളവരാണ് നമ്മൾ ഇതിന്റെ കൊണാണ്ടർ എന്നൊക്കെ പണ്ട് മലയാളികൾ പറയുന്നത്. ശരിക്കും കൊണസർ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് വന്നതാണ്. ഓക്കെ, നമ്മൾ ഈ മലയാളികൾ ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു കൊണസറുകളാണ്. കാരണം അതിന്റെ ഓരോ വെറൈറ്റി ഓഫ് ടേസ്റ്റുകൾ, അതിന്റെ അവിടെ ഇത് കൂടി പോയി, അപ്പുറത്ത് ഇതിനകത്ത് എന്താ ബേക്കിംഗ് സോഡ കൂടി പോയത്, അത് കൃത്യം അറിയാം. അതിനാണ് കൊണസറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ആർട്ട് കൊണസർ ആണെങ്കിൽ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ പറയും, ബ്ലാക്ക് എന്ന് പറയുന്നത് നിരാശയെ സൂചിപ്പിക്കും. ഇതൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. യെല്ലോ മരണമാണ്. അപ്പൊ നിരാശയിൽ നിന്നും മരണത്തിൽ നിന്നും റെഡ് കണ്ടോ, അത് ബ്ലഡ് ആണ്. രക്തച്ചൊരിച്ചിലൂടെ നമ്മൾ ഗ്രീനിലേക്ക്, ഹോപ്പിലേക്ക് പോകുന്നതാണ് ഈ ചിത്രകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. 50-ൽ 50 മാർക്ക്. ഇത് ആരാ കണ്ടുപിടിച്ചത്? ഇതിനെയാണ് നമ്മൾ റീഡർ ഓറിയന്റഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇതൊരു പാരഡൈം. അപ്പൊ ഇങ്ങനെ നമുക്ക് മാറിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും സത്യത്തെ ആക്രമിക്കാൻ ഇങ്ങനെ പല സാധനങ്ങളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ പറയും ഒരു പണി നടക്കില്ല, ആത്മാവ് എന്ത് ഉദ്ദേശിച്ചോ അതല്ലാതെ എനിക്കെന്ത് മനസ്സിലാകുന്നത് പോരാ. ഓക്കെ, ആത്മാവ് എന്ത് ഉദ്ദേശിച്ചോ അവിടെ നമ്മൾ ചെല്ലണം. സോ വി ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദാറ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് ആ കാര്യം. ഓക്കെ, അപ്പോൾ എനിക്ക് മുൻപേ വന്നവർ മുഴുവൻ കള്ളന്മാരും കവർച്ചക്കാരും, ചൂഷണം. നമ്മുടെ ഇടയിലും ഈ ചൂഷണം വളരെ ശക്തമായിട്ടുണ്ട്. അഭിഷിക്തനെ കുറ്റം പറയുന്നത്, അഭിഷിക്തനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു കാര്യമുണ്ട്, ആര് പ്രാർത്ഥിച്ചാലും കൂടുതൽ കേൾക്കുന്നത് ദൈവം കേൾക്കുന്നത്. പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആര് പ്രാർത്ഥിച്ചാലാ കർത്താവ് പെട്ടെന്ന് കേൾക്കുന്നത്? കുറച്ചുകൂടെ പെട്ടെന്ന്, ഒരിത്തിരി കൂടെ പെട്ടെന്ന് കേൾക്കുന്ന ആര് പ്രാർത്ഥിച്ചാലേ? എന്നാലും പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ഒരു, പ്രിയ സഹോദരങ്ങളെ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രാർത്ഥിക്കാൻ നിർത്തിയേക്കുന്ന ആളല്ല. പരിപാലനപരം. അത് പരിപാലനപരം, പ്രാർത്ഥനാപരം. പരിപാലനപരം എന്ന് പറഞ്ഞാൽ ഒരു ആടിന് എന്താണ് ഷോർട്ടേജ്, ഒരാട് വളരാൻ എന്താണ് വേണ്ടത്, ഇത് കൊടുക്കുന്ന പരിപാലകനാണ് പാസ്റ്റർ. പാസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ഒരു എബിലിറ്റി പാസ്റ്ററിന് ഇല്ല കേട്ടോ. അത് പൗരോഹിത്യ മതത്തിൽ നിന്ന് വന്നതാണ്. There is only one mediator and that's Jesus Christ. There are no other mediators. പാസ്റ്റർ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും എല്ലാം മക്കളെ ദൈവം ഒരുപോലെയാണ് കാണുന്നത്. അതിനിടയിൽ വേറൊരു മീഡിയേറ്റർ ഇല്ല. നിങ്ങൾ ഈ ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്ട് ഉണ്ടാവും വിചാരിക്കുന്നുണ്ടോ? ഐ എം സോറി, നോ വേ. ഞാൻ ആദ്യകാലത്തൊക്കെ പ്രാർത്ഥിക്കുന്ന അത്രയും സ്പീഡിൽ ഇപ്പം കർത്താവ് കേൾക്കുന്നുമില്ല കേട്ടോ. ഉള്ള കാര്യം തുറന്ന് പറയാം. വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കുമായിരുന്നു, എന്ത് പ്രാർത്ഥിച്ചാലും. പിന്നെ ഞാൻ ആകെ മൊത്തം ടോട്ടൽ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എല്ലാം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് ഒന്നും ഇല്ലാതെ പോയിട്ടില്ല. എല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് കർത്താവ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഡെയിലി ലൈഫ് നോക്കി കഴിയുമ്പോൾ അങ്ങനൊന്നും കേൾക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നറിയാം? ഒരു കൊച്ചു വന്ന് ചോദിക്കും, ഒരു 5 വയസ്സുള്ള കൊച്ചു, പപ്പ എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചു തരാമോ? അപ്പൊ പപ്പ പറയും, രാവിലെ ഒരെണ്ണം കഴിച്ചതല്ലേ ഉള്ളൂ, നമുക്കിനി നാളെ മേടിക്കാം. ഓക്കെ. പിറ്റേ ദിവസം വന്ന്, പപ്പ നാളെ എനിക്കൊരു ഇന്ന് എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചു തരാം. ഓക്കെ മോനെ, ശരി മേടിച്ചു തരാം. ഇതാണ് കുഞ്ഞുങ്ങളോട്. ഇനി 35 വയസ്സായ ഞാൻ, പപ്പ നാളെ എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചു തരാമോ? അപ്പം പറയും, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് നിന്റെ പണി നോക്കണം, നീ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് വരെ എന്റെ പുറകെ വരുവാണ്, നിനക്കൊരു ചോക്ലേറ്റ് തിന്നാതിരിക്കാൻ പറ്റത്തില്ല എന്നല്ലേ ചോദിക്കുള്ളൂ. ഇനി കർത്താവിന്റെ അടുത്ത്, കർത്താവ് എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ തലവേദന മാറ്റി തരണേ. വിശ്വാസത്തിൽ വന്നേ ഉള്ളൂ. അപ്പൊ കർത്താവ് ഉടനെ തലവേദന മാറ്റി കൊടുത്തു. പാവം. 45 വയസ്സായ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ തലവേദന മാറ്റി തരണേ, കർത്താവേ എന്റെ തലവേദന മാറ്റി. കർത്താവ് പറയടാ, ഞാൻ ക്രൂശിൽ നിനക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടാന്നറിയോ? നീ എന്റെ ക്രൂശ് എടുക്കുമെന്ന് പറഞ്ഞോണ്ട് ഒന്നല്ലേ, നീ സ്തോത്രം ചെയ്തേ, തലവേദന ഓർത്ത്. ഈ പലവിധ കഷ്ടങ്ങളിലൂടെ നമ്മളോട് ചെല്ലേണ്ടതാണ്. നീ ഇങ്ങനെ പേടിച്ച എങ്ങനെ? പ്രൈസ് ദ ലോർഡ്, സ്തോത്രം എന്ന് പറ. എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ വളരുന്നത്. നമുക്ക് എല്ലാത്തിനും ഉത്തരവൊന്നും വേണ്ട, നമുക്ക് കർത്താവ് ഉണ്ട്, അത് മതി. ഈ വളരും തോറും നമുക്ക് കർത്താവ് ഉണ്ടെങ്കിൽ മതി, അല്ലേ? പോരെ? ആർക്ക് അങ്ങനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് സാരമില്ല. ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, അല്ല നമ്മൾ ഇതൊന്നും, ഒരു വേദന വന്നു, അതിന്റെ പുറകെ കർത്താവിന്റെ വേദന മാറ്റാൻ ഓട്ടെ, കുറച്ച് സഹിക്കാവുന്നൊക്കെ അങ്ങ് സഹിക്കും, മാറിയില്ല എന്നെ കുറച്ച്. ജീവൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നിത്യജീവൻ ഉണ്ടല്ലോ, എന്തായാലും ഉണ്ടല്ലോ, അതാരും എടുത്തോണ്ട് പോലല്ലോ, ദൂതർക്കും കൂടെ എടുപ്പാൻ അവകാശമില്ലാത്തതാണ്. ഓക്കെ. അപ്പൊ എനിക്ക് മുമ്പ് വന്നവരെല്ലാം ഈ മതം ഭയം വെച്ച് ചൂഷണം ചെയ്തു. ഞാൻ അങ്ങനല്ല വന്നത്. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എനിക്ക് ഒറ്റ കാര്യം നിനക്ക് പറയാനുള്ളൂ, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കാവോ അത് വാങ്ങിക്കോ. സമൃദ്ധിയായ പുത്രന്റെ ജീവൻ. എനിക്ക് ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കണം. അതിനെന്താ നിനക്ക് വേണ്ടത്? ജീവനാണ്, ഞാൻ തരാം. സമൃദ്ധിക്ക് വേണ്ടി എന്താ വേണ്ടത്? ക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ലീവ് റിച്ച് ലൈഫ്, ലീവ് എ റിച്ച് ലൈഫ്. എങ്ങനെ റിച്ച് ലൈഫ് ജീവിക്കും നമ്മൾ ഇന്നലെ കണ്ടു തുടങ്ങിയായിരുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എഫേസ്യർ 1:1 മുതൽ 14 വരെ വായിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും 18 വരെ അല്ലേ വായിച്ചു കാണാം. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നി അതിനകത്ത് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ എന്നുള്ള ഭാഗം ഒന്ന് എണ്ണി നോക്കാൻ തോന്നി ആർക്കെങ്കിലും? തോന്നിയില്ലായിരിക്കാം. എനിക്ക് പലപ്പോഴും ഇത് വായിക്കുമ്പോൾ തോന്നുന്നു എണ്ണി നോക്കാൻ. ഞാനും ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് എണ്ണി നോക്കി. ഏതായാലും 5-6 പ്രാവശ്യത്തിൽ കൂടുതലുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വന്നേക്കുന്നത് ഇൻ ക്രൈസ്റ്റാണ്. അവനിൽ നമുക്ക് എന്നാണ്. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എല്ലായിടത്തും ഒത്തിരി വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ 7-8 കാണുമായിരിക്കും. അത്രയും പ്രാവശ്യം 18 വാക്യങ്ങളിൽ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളൊരു പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പോലെ ആദമിൽ നമ്മൾ ആകുന്നതിന് മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്നത് 4-ാം അധ്യായം. പിന്നെ സമൃദ്ധിയായ ജീവനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് എന്ന്. അപ്പൊ അതിന്റെ മറുവശം എന്താ? കർത്താവിന്റെ ജീവൻ സമൃദ്ധിയായ ഒരു ജീവൻ. ആ സമൃദ്ധിയായ ജീവനിലേക്ക് നമ്മൾ നടക്കാൻ വേണ്ട റിസോഴ്സസ് അത് യേശു ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുവോ. ഫുൾ, നമുക്ക് ഒന്നിനും കുറവില്ല. ഇപ്പൊ അംബാനിയെ പോലെ ജീവിക്കാനുള്ള ജീവിതത്തിന്റെ സമൃദ്ധി നോക്കി നമുക്ക് ഒന്നും ഇല്ല കയ്യിൽ, അല്ലെ? നമുക്കത് വെച്ച് നോക്കി ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ അംബാനി പറയാം, എന്റെ ജീവിതം ഞാൻ നിനക്ക് തന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞാൽ മതിയോ? ആ പൈസ മുഴുവൻ തരണ്ടേ? ഇവിടെ ഷുഗറും കൊളസ്ട്രോളും നമുക്ക് വേണ്ട, പക്ഷെ ഈ പൈസ വേണ്ടേ? അല്ലാതെ അംബാനിയുടെ ജീവിതം ജീവിക്കാൻ പറ്റുമോ? അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവിതം തരുവാണെങ്കിൽ എന്തും കൂടെ തരണം. അങ്ങനെ റോയലായിട്ട്, ദൈവപുത്രനായിട്ട്, ദൈവത്തിന്റെ മകനെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ട റിസോഴ്സസ് തരണ്ടേ? അപ്പൊ അകത്തെ ആത്മാവിന്റെ ബലം, ഒരു മനുഷ്യനെ തല്ലുമ്പോൾ തിരിച്ചു തല്ലാൻ എനിക്ക് നല്ല ബലം വേണം, അല്ലേ? പക്ഷേ അവനോട് ക്ഷമിക്കാൻ അതിൽ കൂടുതൽ ബലം വേണം. തിരിച്ചടിക്കുന്ന പുറത്തെ മനുഷ്യനാണ്, എന്നാ അവനോട് ക്ഷമിക്കാൻ പറ്റുന്ന അകത്തെ മനുഷ്യനാണ്.
അപ്പൊ യേശുവിന്റെ ജീവൻ ജീവിക്കാൻ നമ്മുടെ അകത്തെ മനുഷ്യൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരകം മനുഷ്യൻ അത് സ്ട്രോങ് ആയിരിക്കണം. അത് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും നിന്ദിച്ചാൽ നമുക്ക് വിഷമമൊന്നുമില്ല. അകം ഭയങ്കര സ്ട്രെങ്ത്. ആ ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കാൻ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അകം മനുഷ്യൻ സ്ട്രോങ് ആണ്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കുന്ന കർത്താവ്. വലിയ താല്പര്യമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും ജനിച്ച ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞാണ് ഞാൻ സ്നാനപ്പെടുന്നത്. ഇല്ല, സോറി, തെറ്റിപ്പോയി. 2 വർഷം കഴിഞ്ഞു. 94 ഞാൻ രക്ഷിക്കപ്പെട്ടു, 96 സ്നാനം. പെന്തക്കോസ് ചേരുന്ന 96 രക്ഷിക്കപ്പെട്ട ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ്. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം പെന്തക്കോസിനകത്ത് വന്ന് പിന്നെ രക്ഷിക്കപ്പെടാൻ ഭയങ്കര പാടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന് മുമ്പ് തന്നെ രക്ഷിക്കപ്പെടുത്തിയിട്ട് കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നതിന് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. വീണ്ടും ഞാൻ അതിന്റെ ഉറപ്പ് പ്രാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പെന്തക്കോസിലേക്ക് ഞാൻ വരുമ്പോൾ ആ 2 വർഷക്കാലം, ഈ വീണ്ടും ജനിച്ച 2 വർഷക്കാലം എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ CMS കോളേജിൽ പഠിക്കുക, കോട്ടയം CMS കോളേജിൽ പഠിക്കുകയാണ്. BSc ഫിസിക്സ് ആണ് എൻ്റെ വിഷയം. അപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഞാൻ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയോട് പറയും, ചിലപ്പോൾ അടുത്ത അവധിക്ക് ഞാൻ വരികയില്ല. എങ്ങോട്ട് പോകുന്നു? കർത്താവ് എന്നെ സുവിശേഷവേലയ്ക്ക് വിളിച്ചാൽ എനിക്ക് വീട്ടിൽ ചെന്ന് പെർമിഷൻ ചോദിക്കാനൊന്നും കർത്താവ് സമയം തരുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞേക്കുക, ഇൻ കേസ് എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ സുവിശേഷവേലയ്ക്ക് ഇറങ്ങി എന്ന് വിചാരിച്ചോണം. കാരണം എൻ്റെ മനസ്സിനോട് കർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഏത് സമയത്തും കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും അങ്ങനെ മരിക്കേണ്ടി വരുമെന്നും ഈ ലോകത്തിൽ ഇനി ഞാനില്ലെന്നും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടാണ് ആ 2 വർഷക്കാരെ ഇരുന്നത്. പെന്തക്കോസിൽ വന്ന് സ്നാനപ്പെട്ട് AG-യില് ചർച്ചിൽ പോയിരിക്കുമ്പോൾ ആദ്യത്തെ പ്രസംഗം എന്തെന്നറിയാം? നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ ഞാൻ മാനിക്കും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുക, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങേ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എനിക്ക് ലോകത്തിൽ ഒരു നിന്ദയില്ലായിരുന്നു. Because I was well respected in my class. I had good relationship with the teachers. എനിക്ക് ആരോഗ്യപരമായ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. Because my father used to support me well. 750 ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്ക് വരും. So I never had a struggle. പിന്നെ മനഃപൂർവ്വമായ ചില സ്ട്രഗിൾസിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. കാരണം ടു സേവ് മണി ഫോർ സം പർപ്പസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഐ നെവർ എൻകൗണ്ടർഡ് എ റിയൽ പ്രോബ്ലം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്തിനാ വരുന്നതെന്നറിയോ? നിന്നെ സഹിക്കാൻ വേണ്ടിയാണ് വരുന്നത്. കർത്താവ് നിന്റെ ആ ക്രൂശിന്റെ ഒരു പങ്കാളിത്തത്തിലേക്ക് എന്നെ നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കേൾക്കുന്നത് എന്താ? നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്നെ ഇവിടെ നിർബന്ധിക്കുക, ലോകത്തിലേക്ക് നോക്ക്, ഒന്നുമില്ലേ, ഉണ്ടാകാൻ പോകുക എല്ലാം, നിന്നെ ദൈവം അനുഗ്രഹിക്കും. എനിക്ക് പ്രസംഗം കേട്ടിട്ട് ഞാൻ എവിടെ വന്നു പെട്ടു എന്ന് ഭയങ്കരമായ വേദന ഉണ്ടായി. Because we are not being drawn to Christ, we are pushed to the perishing glory of the world. ലോകത്തിന്റെ നശിച്ചു പോകുന്ന ആ ഒരു, നമ്മൾ ഈ യോഹന്നാന്റെ 16 എത്തിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. 16 എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 3 ദിവസം ഉണ്ടല്ലോ അല്ലെ? ബുധൻ, വ്യാഴം, വെള്ളി. 16 വരെ എത്തിക്കണം. 16 ഇത്തിരി സമയമെടുക്കുന്ന പരിപാടിയാണ്. സോ ഐ ഹോപ്പ് സോ. അവിടെ ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ വിശദമാണ്. അപ്പൊ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് വാഗ്ദത്തമാണ്. എന്താ വാഗ്ദത്തം? നിങ്ങളെ വിളിച്ച വിളിയാനുള്ള ആശ. എഫേസർ 1-ാം ഞാനല്ലേ ഇപ്പൊ പറയുന്നത്. ഈ ഇൻ ക്രൈസ്റ്റ് സമൃദ്ധിയായ ജീവൻ എങ്ങനെ ലഭിക്കുന്നത്?
ഈ സമൃദ്ധിയായ ജീവൻ നമുക്ക് മനസ്സിലാക്കാൻ രണ്ട് പ്രധാനപ്പെട്ട ഫ്രേസസ്, പ്രയോഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. അത് 15-ാം അധ്യായത്തിലാണുള്ളത്, യോഹന്നാൻ. ഒന്ന്, ഐ ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ. നമ്മളതാ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പം, ഇൻ ക്രൈസ്റ്റ്. പിന്നെ അതിന് വേറൊരു പൊസിഷൻ ഉണ്ട്, ക്രൈസ്റ്റ് ഇൻ മീ. വ്യത്യാസം മനസ്സിലായോ? ഞാൻ അവനിൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെ നടന്ന, അത് കർത്താവിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു, ആ സമയത്തിന് മുമ്പായിരുന്നു. ഐ ഡിഡ് നോട്ട് എലക്ട് ഗോഡ്, ഗോഡ് എലക്ടഡ് മീ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിലായത്. ഇനി ക്രൈസ്റ്റ് ഇൻ മീ എപ്പോഴായത്? വെൻ ഐ റിസീവ്ഡ് ഹിം ബൈ ഫെയ്ത്ത്. അത് എനിക്കറിയാം, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ കർത്താവിന്റെ ഹൃദയത്തിൽ വന്നു. നോട്ട് ദാറ്റ് മാൻ ബട്ട് ഇൻ ഹിസ് സ്പിരിറ്റ്. അവന്റെ ജീവൻ എൻ്റെ ഉള്ളിലേക്ക് ഒരു ദിവസം വന്നു ബൈ ഫെയ്ത്ത്. അതെനിക്ക് സുബോധം ഉണ്ടാക്കി. അപ്പൊ ശരിക്കും എന്താ സംഭവിച്ചേക്കുന്നറിയോ? ഇൻ ക്രൈസ്റ്റ് ഞാൻ വലിയ മുതലാളിയായിരുന്നു. സംബന്ധിച്ചോ? എന്തായിരുന്നു എന്റെ മുതല്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ. അവകാശിയാണ് ഞാൻ. എന്തുകൊണ്ട് അവകാശം? ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവന്റെ കൂട്ടവകാശം എനിക്കുണ്ട്. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ സുവിശേഷം കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്നോട് സുവിശേഷം പറയുന്ന ആൾ പറയാണ്, കർത്താവ് നിനക്ക് വേണ്ടിയാട്ടോ മരിച്ചു. പെട്ടെന്ന് എൻ്റെ ഉള്ളം കത്തുക, കണ്ണ് തുറക്കുക. അതെ, അവരെനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ദാറ്റ്സ് എ റിയലൈസേഷൻ. നമ്മൾ എങ്ങോട്ടാ പോകുന്നറിയോ? നമുക്ക് വേണ്ടി കർത്താവ് നിത്യതയിലേക്ക് വെച്ചിരുന്ന ആ ഒരു അവകാശത്തിലേക്ക് ഞാൻ കണ്ണു തുറക്കുക. ചൈൽഡ് ഓഫ് ഗോഡ്. അങ്ങനെ കണ്ണു തുറന്നിട്ടുണ്ടോ? ഐ ബിലോങ് ടു ദി ലോർഡ്. അവന്റെ അവകാശം. അമ്മ മുതലാണ് ഇൻ ക്രൈസ്റ്റ്, സോറി ക്രൈസ്റ്റ്, ക്രിസ്തു എന്നിൽ, അവന്റെ ജീവൻ എന്നിൽ, പുത്രത്വം എന്നിൽ നടപ്പാകുന്നത് ബൈ ഫെയ്ത്ത് ആണ്. എന്നാൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ബൈ ഗ്രേസ് ആണ്, കൃപയാണ്. പക്ഷെ എൻ്റെ പുത്രത്വം ഞാൻ അനുഭവിക്കുന്നത്, എൻ്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വരുന്നത് വിശ്വാസത്താൽ. ക്രൈസ്റ്റ് കംസ് ഇൻ ടു. എനിക്ക് അവന്റെ ജീവൻ ലഭിക്കുക. ഭയങ്കര റിച്ച് ലൈഫാണ്. ഇൻ ക്രൈസ്റ്റ് എനിക്ക് കിട്ടിയത് അതല്ല. പക്ഷെ ക്രിസ്തു എനിക്ക് വസിക്കാൻ വന്നപ്പോഴേക്കും ആ ധനം എല്ലാം എനിക്ക് അവകാശമായി. അപ്പം ആരെയോട് വേണമെങ്കിലും ക്ഷമിക്കാൻ, എന്ത് വേണമെങ്കിലും. അപ്പൊ ഈ എഫ് എസ് ലേഖന പഠനം യൂട്യൂബിലുണ്ട്. ഇതെല്ലാം ഈ ലേഖനങ്ങളുടെ പഠനങ്ങൾ ചിലതൊക്കെ, റോമാ ലേഖനം, എബ്രായ ലേഖനം, എഫ് എസ് ലേഖനത്തിന്റെ പഠനത്തിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എഫേസ്യർ 1:1 മുതൽ 3:15 വരെ ഇൻ ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിൽ ഞാൻ. സ്റ്റാറ്റസ്, എന്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് പറയുന്നത്, എന്റെ ധനത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ എഫേസ്യർ 3:16 മുതൽ അത് തീരുന്ന വരെ ക്രിസ്തു എന്നിൽ വസിച്ചാൽ ഞാൻ എങ്ങനെയാകുമെന്നാണ്. അപ്പൊ യോഹന്നാൻ 15 പറയുന്ന നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ എക്സ്പ്ലനേഷൻ ആണ് എഫേസ്യ ലേഖനം മുഴുവൻ. ഇൻ ക്രൈസ്റ്റ്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. അപ്പൊ ഇൻ ക്രൈസ്റ്റ് കഴിഞ്ഞിട്ട് ആദ്യം ക്രിസ്തു നമ്മിൽ എന്ന് പറയുന്നത് 17-ാം വാക്യത്തിലാണ്, 3:17. 3:17 പറയുന്നത് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. മനസ്സിലായോ? അപ്പൊ വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. അപ്പൊ ക്രൈസ്റ്റ് കംസ് ഇൻ ടു മീ. അതുകൊണ്ട് എന്താ പ്രയോജനം അറിയോ? എന്റെ ധനം എനിക്ക് വിനിയോഗിക്കാം. ഐ ക്യാൻ ലവ് എനി വൺ. I can forgive any offense. I can rejoice in every tribulation. I can find the Lord in the midst of a desert. ഏത് മരുഭൂമിയിലും എനിക്ക് കർത്താവിനെ അനുഭവിക്കാം, ഏത് കഷ്ടതയുടെ നടുവിലും ആനന്ദിക്കാം. അപ്പോൾ ഈ ഒരു ജീവനാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. കർത്താവ് പറയാണ്, ഞാനൊരു ജീവൻ കൊടുക്കുമ്പോൾ ജീവൻ മാത്രമല്ല, അത് എത്ര സമൃദ്ധിയിൽ അനുഭവിക്കാനുള്ളതും കൂടെ ഞാൻ കൊടുക്കും. അപ്പൊ എൻ്റെ ആടുകൾക്ക് ഈ 10-ാം വാക്യം ഭയങ്കര പ്രോമിസസ് ആണ്. 10ാം അധ്യായം 10th ലെസൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ 10th
ചാപ്റ്റർ നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് വായിക്കണം. 10. ഓക്കെ, ആ 10-ാം അധ്യായത്തിൽ ഈ പുതിയ ജീവന്റെ അവകാശങ്ങൾ, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു പുത്രത്വത്തിന്റെ ചില ചിത്രങ്ങൾ നമുക്ക് ആ 10-ാം അധ്യായത്തിൽ കാണാം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമ്മളെ മക്കളാക്കി മാറ്റുന്ന അവന്റെ ജീവൻ തന്നെ നമ്മളിലേക്ക് പകരുന്ന സ്നേഹത്തെ നമുക്ക് ഈ 10-ാം അധ്യായത്തിൽ കാണാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ സമൃദ്ധിയായ ജീവൻ എങ്ങനെ ജീവിക്കാം. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമൃദ്ധിയായ ജീവനാണ്. ഇതൊരു മതമല്ല, യേശുവിന്റെ ജീവൻ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ജീവിക്കുന്നതാണ്. പരസ്പരം തിരുത്തിയും പ്രബോധിപ്പിച്ചും പരസ്പരം പറഞ്ഞു കൊടുത്തും ഉപദേശിച്ചും പരിപാലിച്ചും, ഒരു സഭയെന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തും ശാസിച്ചും തെറ്റിതിരുത്തിയും ക്ഷമിച്ചും സ്നേഹിച്ചും ക്രിസ്തു എന്ന തലയോളം വളർന്നു വരത്തക്ക പരിജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഭകൾ. That shall not become a religion of exploitation. It shall become a place where life is shared and life is glorified. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവിന്റെ ജീവൻ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അതിന്റെ സമൃദ്ധി അനുഭവിക്കാൻ ഞങ്ങൾ പലപ്പോഴും കഴിയുന്നില്ല. കാരണം കർത്താവ്, ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പഴയതിലേക്ക് നോക്കുന്നവരാണ്. കർത്താവ്, എന്നാൽ വിശ്വാസത്താൽ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ, കർത്താവ്, ആ ക്രിസ്തുവിന്റെ എല്ലാ റിസോഴ്സസിലേക്കും നടത്തപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.